السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن، وما زلنا نتدبر الآيات من سورة البقرة. واليوم سنتدبر عن آية 38 بعد 200 إلى آية 45 بعد 200 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم وللمطلقات متاع بالمعروف حقا على المتقين كذلك يبين الله لكم آياته لعلكم تعقلون. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون وقاتلوا في سبيل الله واعلموا أن الله سميع عليم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. അത്തൊലാഖ് വായിച്ചു നോക്കിയോ? കുറച്ചൊരു വായിച്ചു നോക്കിയോ? ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ പുതുതായിട്ട് എന്ത് കിട്ടിയത് ഇന്ന്? അത് വായിച്ചു നോക്കിട്ട് അർത്ഥം ഒന്ന് പറയാൻ മാത്രം. അർത്ഥമൊന്നും പറഞ്ഞുതരില്ലേ ഇനി? കുറച്ചും കൂടി നേരത്തെ ഇട്ടിരുന്നെങ്കിൽ വായിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു അത്തൊലാഖ് വായിച്ചു നോക്കാം. തദബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി കണ്ടെത്തണം. അതായത് തലാഖിനെ കുറിച്ച് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ആലോചിച്ച് നോക്കണം. സുദീർഘമായി ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് നിങ്ങളുടെ വായനയ്ക്ക് കിട്ടുന്നിരിക്കുന്നു. നന്നായി 2-3 പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ പുതുതായ പോയിന്റുകൾ കിട്ടും. അല്ലാതെ അതിലുള്ള വാക്കർത്ഥം ഒന്നും പഠിക്കല്ല. വാക്കർത്ഥം പഠിക്കാതെ പുതുതായിട്ട് എന്തെങ്കിലും പോയിന്റ് കിട്ടുമോ? കിട്ടിയാൽ അത് ഗ്രൂപ്പിലിടുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്താല് സംഗതി കിട്ടുള്ളൂ, ഇല്ലാതെ കിട്ടൂല. എല്ലാം ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പറയുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ CBSE-യിലൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ചോർക്ക് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നു, അതല്ലാതെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ തലാഖിന്റെ കാര്യമൊക്കെ പറഞ്ഞ ശേഷം പിന്നെ നമസ്കാരം നിഷ്ഠ പുലർത്തണമെന്ന് പറയുക. അപ്പോ എല്ലാ സ്ഥലത്തും പറയുക അഖീമി സ്വലാത്ത അല്ലെങ്കിൽ അഖീമു സ്വലാത്ത എന്നാണ്. ഇവിടെ പറയുന്നത് ഹാഫിളു, നിങ്ങൾ നിഷ്ഠ പുലർത്തുക. നമുക്കറിയാം, അപ്പം ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം സമയം നിശ്ചയിച്ച് നൽകപ്പെട്ടിട്ടുള്ള ഒരു ആരാധനയാണ്.
കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. കിതാബാണ്, നിർബന്ധമാണ്. മൗഖൂത്തൻ, സമയബന്ധിതമായി. അല്ലാതെ ഒരാഴ്ചത്തെ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു മാസം ഒരുമിച്ചോ അല്ല ഒരു ദിവസത്തെ തന്നെ ഒരുമിച്ചോ ചെയ്തിട്ട് കാര്യമില്ല. അതാത് സമയങ്ങളിൽ അതിന്റെ കൃത്യമായ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ച് എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അതാണ് ഹാഫിദു എന്ന്. അതുപോലെ തന്നെയാണ് അക്കീമു എന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്ട്രോങ് ആണ്. കീമു എന്ന് പറയുന്നത് കുറെ കൂടെ സ്ട്രോങ് ആണ്. ഇവിടെ സ്ട്രോങ് അല്ലെന്നല്ല, അത് നിങ്ങൾ നിഷ്ഠ പുലർത്തണമെന്ന് കൃത്യമായി പറയുക. അപ്പോ നമസ്കാരത്തിൽ ത്വലാഖെല്ലാം പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ജീവിത സംബന്ധിയായ കാര്യങ്ങൾ, സാംസ്കാരികമായ വിഷയം അല്ലെങ്കിൽ അതുപോലുള്ള കുടുംബപരമായ വിഷയമൊക്കെ പറഞ്ഞു തരുന്നതിന് ശേഷം നമ്മൾ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ഒന്നും നടക്കൂല. പിന്നെ നമസ്കാരം എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമസ്കാരം അസ്സലാത്തു ഇമാദുദ്ദീൻ എന്നാണ്. ഇമാദുദ്ദീൻ, നമസ്കാരം ദീനിന്റെ തൂണുകളാണ്, നെടുംതൂണാണ്. മൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ, ആരെങ്കിലും ആ നമസ്കാരത്തെ നിലനിർത്തിയാൽ ഫഖദ് അഖാമദ്ദീൻ, അവൻ ദീനിനെ തന്നെയും നിലനിർത്തി. അപ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ദീൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അപ്പോ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, കൃത്യമായി നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ജീവിതത്തിന്റെ ഒരു ഭാഗത്തും വീഴ്ച ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. നമസ്കാരത്തിന് ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമസ്കാരം ശരിയാവുന്നില്ല. രണ്ടിലേതോ ഒന്നും ശരിയാവുന്നില്ല. ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടെങ്കിൽ നമസ്കാരത്തിന് സൂക്ഷ്മത ഉണ്ടാവണം. നമസ്കാരത്തിൽ സൂക്ഷ്മത ഇല്ലെങ്കിൽ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വെറും പുറം നാട്യങ്ങൾ മാത്രമായിരിക്കും. അപ്പോ നമസ്കാരത്തിന് നിഷ്ഠ പുലർത്താം. അലസ്വലവാതി, അപ്പോ വാവിന്റെ മുകളിലാണ് ഫത്തഹ് കിടക്കുന്നത്, അതിന് ശേഷമാണ് അലിഫുള്ളത്. ചെറിയ അലിഫിട്ടാലും വലിയ അലിഫിട്ടാലും ശരിക്കും ഒന്ന് തന്നെയാണ്. ചെറിയ അലിഫായിരുന്നാലും വലിയ അലിഫായിരുന്നാലും പോലെ അലിഫ് തന്നെ. പക്ഷെ ഇവിടെ വാവിന്റെ മുകളിൽ ഫത്തഹുണ്ട്, വാവിന് ശേഷം അലിഫുണ്ട്. രണ്ടാമത്തെ സ്വലാത്തിൽ വാവിന്റെ മുകളിലാണ് അലിഫുള്ളത്. അതിന്റെ അർത്ഥം വാവ് ഇല്ല അവിടെ, മറിച്ച് അലിഫാണ് അവിടെ ഉള്ളത്. വായന അലിഫാണ്, വാവിന് സ്ഥാനമില്ല. വാവിന് പകരം അലിഫാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ്. അതായത് ഒരു അക്ഷരത്തിന്റെ നേരെ മുകളിൽ മറ്റൊരു അക്ഷരം കിടന്നാൽ ആ മുകളിൽ കിടക്കുന്ന അക്ഷരമാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോ ഹാഫിബു, അതുകൊണ്ടാണ് ഹാഫിബു അലസ്വലവാതി, ആദ്യത്തേത് ഓവറലാണ്. എല്ലാ നമസ്കാരങ്ങളിലും നിങ്ങൾ നിഷ്ഠ പുലർത്തണം. വസ്വലാത്തി, പ്രത്യേകിച്ച് അൽ വുസ്ത, മധ്യമ നമസ്കാരം. അഞ്ചു വക്കത്ത് വരുമ്പോൾ മധ്യമ നമസ്കാരം എന്തായിരിക്കും? വുസ്ത എന്ന് പറഞ്ഞാൽ വസത്തിലുള്ളത് കേട്ടോ. വസ്ത, ഔസത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് സ്ത്രീലിംഗം, അതിന്റെ എന്താണ്, അതിന്റെ സ്വലാത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഔസത്ത് എന്നതിന്റെ സ്ത്രീലിംഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ നോട്ടില്? നോട്ടിൽ തന്നിട്ടില്ലേ? ഔസത്തിന്റെ മീമും വാവും ഹംസ ഇട്ടിരുന്നാൽ എന്താ അർത്ഥം? മുഅന്നസ് എന്നാണ്. വാവിന്റെ മുകളിൽ ഹംസ ഇട്ട് മുഅന്നസ്. ജീം ഇട്ടാൽ ജമ. അപ്പൊ ഔസത്തിന്റെ മുഅന്നസ് ആണ് ഉസ്ത. ഔസത്ത് എന്ന് പറഞ്ഞാൽ മധ്യമമായ, ഏറ്റവും മധ്യത്തുള്ള. ഉസ്ത അതിന്റെ സ്ത്രീ. അപ്പൊ ഇത് അസ്ര നമസ്കാരമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം മധ്യത്ത് വരുന്ന അതാണ്. സുബൈയും ഓറും കഴിഞ്ഞ പിന്നെ അസറാണ്, പിന്നെ മഗ്‌രിബ് ഇശ. അപ്പൊ ഉസ്ത എന്ന് പറഞ്ഞാൽ അതാണ് പ്രബല പണ്ഡിതന്മാരുടെ പ്രബലമായ അല്ലെങ്കിൽ പ്രമുഖ ഭൂരിപക്ഷ അഭിപ്രായം. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഉറക്കമാണ്. അവര് ഫജ്ർ കഴിഞ്ഞാൽ ജോലിക്ക് പോകും. പിന്നെ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണവും പിന്നെ റെസ്റ്റാണ്. ആ റെസ്റ്റിന്റെ കൂട്ടത്തിൽ സ്വലാത്തിലെ പുസ്തകം അങ്ങ് പോയി പോകാൻ സാധ്യത. നമ്മളും ചിലര് ഉറങ്ങുന്നവരുണ്ടാകും ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഉള്ളത് കൊണ്ടാണ് അതിന് സ്വലാത്തുൽ ഉസ്ത പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഹാഫിദ് അല സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമസ്കാരത്തിന് ഒരുപാട് കാര്യം നമസ്കാരത്തെ കുറിച്ച് പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ സ്വലാത്ത് ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞു. അതേപോലെ മൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ, ആ ദീനിനെ, നമസ്കാരത്തെ ആര് നിലനിർത്തിയോ അവൻ ദീനിനെ നിലനിർത്തി. മൻ ഹദമഹ ഫഖദ് ഹദമദ്ദീൻ,
നമസ്കാരത്തിന്റെ നിഷ്ഠയെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമസ്കാരത്തിന്റെ നിഷ്ഠയെ ആരെങ്കിലും തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, മൻ ഹദമഹ, ആ നമസ്കാരത്തെ ആരെങ്കിലും തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഖദ് ഹദമ ദീൻ, അവൻ ദീനിനെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു എന്നാണ്. അപ്പോ നമസ്കാരത്തിന്റെ പ്രാധാന്യം അതാണ്. അയ്യുൽ അഅ്മാലി അഫ്ളൽ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹ, നമസ്കാരം അതിന്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ, പ്രഥമ സമയത്ത് തന്നെ നിർവഹിക്കില്ല. വിചാരിച്ച് പള്ളി പോകുന്നവര് പള്ളി ചെന്നിട്ട് അല്ലെ അതിന് മുമ്പേ നിസ്കരിക്കണമെന്നല്ല പറഞ്ഞു. നമസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മസ്ജിദിലാണെങ്കിൽ മസ്ജിദിൽ എത്തുക. അതല്ലെങ്കിൽ മസ്ജിദിൽ പോകാത്ത ആളെ സംബന്ധിച്ചോളം നമസ്കാരം സമയമായി കഴിഞ്ഞാൽ അത് ആദ്യം നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. വേറെ ഒരു പണിയും ഇല്ല കേട്ടാ, വേറെ പണിയൊന്നുമില്ല. പിന്നെന്താണ് അയ്യുൽ അഅ്മാലി അഫ്ളൽ എന്ന് ചോദിച്ചപ്പോ അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹ, നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കുകയാണ്. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഖുനൂത്ത് ആയിക്കൊണ്ട് നിൽക്കുക. കനത്ത് യഖ്നുതു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? കീഴ്വണങ്ങി, അതേപോലെ ഹശഅ, ഖദഅ, അതാഅ, അനുസരിച്ചു, കീഴ്വണങ്ങി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ഇവിടെ വന്നിട്ടില്ല. നേരത്തെ ഏതോ അൽ-ബഖറത്തിന് വന്നിട്ടുണ്ട്. വഖൂമു ലില്ലാഹി ഖാനിതീൻ, അപ്പൊ നിങ്ങൾ ഭവ്യതയോടെ അനക്കം അടങ്ങിക്കൊണ്ട് അനുസരണശീലരായി വിധേയത്വത്തോടുകൂടി ഇരിക്കുക. പരിജാലൻ, നിങ്ങൾക്ക് ഭയപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്, നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് ആപത്ത് ബാധിക്കും എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, പരിജാലൻ, റിജാൽ എന്ന് പറഞ്ഞാൽ റജുലിന്റെ ബഹുജനമാണ് റിജാല്. റജുലൻ പുരുഷൻ, റിജാല് പുരുഷന്മാർ. അപ്പോ റിജാലൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറബികൾ ഉപയോഗിക്കാറുണ്ട്. റിജാൽ എന്ന് പറഞ്ഞാൽ മാഷിയൻ എന്ന അർത്ഥത്തിൽ, നടക്കുന്നവരായി എന്ന അർത്ഥത്തിൽ അറബികൾ അത് ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, റിജാലൻ എന്ന് പറഞ്ഞാൽ പൗരുഷത്വത്തോടുകൂടി എന്ന പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് ഉറപ്പിച്ച് നടക്കൽ ആണ്. അങ്ങനെയൊക്കെയാണ് അതിന് വന്നെന്നാണ് പറയുന്നത്. സാഹിത്യമായ രീതിയിലൊക്കെ അതിന്റെ വിശദീകരണം കൊടുത്തത്. എന്തായിരുന്നാലും പരിജാലൻ എന്ന് പറഞ്ഞാൽ മാഷിയൻ. മാഷിയൻ അല അർജുലിക്കും എന്നും കൊടുത്തിട്ടുണ്ട് എന്റെ വ്യാഖ്യാനം. മാഷിയൻ അല അഖ്ദാമിക്കും, നിങ്ങൾ നിങ്ങളുടെ പാദത്തിൽ ഉറച്ച് നടന്നുകൊണ്ട് നമസ്കരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ഭയമുണ്ട്, നിന്ന് നമസ്കരിക്കുന്നതിൽ ഭയമുണ്ട് എങ്കിൽ നടന്നുകൊണ്ട് നമസ്കരിക്കുക. അപ്പൊ ഓടിക്കൊണ്ടും നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ പോലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ അന്യശാലി പഠിക്കും യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എങ്ങനെ നമസ്കരിക്കണം. അപ്പൊ ഇവിടെ ഭയത്തിന്റെ സന്ദർഭത്തിൽ നമസ്കാരം. ഭയത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ എങ്ങനെയാണ് നമസ്കരിക്കാൻ പറ്റുന്നത് അതേ രീതി നമസ്കരിക്കാൻ. റിജാലൻ ഔ റുക്ബാനൻ. റുക്ബാൻ എന്ന് പറഞ്ഞാൽ റാക്കിബിന്റെ ബഹുവചനമാണ് റുക്ബാൻ. റാക്കിബ് എന്ന് പറഞ്ഞാൽ റക്കിബ യർക്കബു എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറിയെന്ന് കേട്ടാ. നമ്മളെയും കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒന്നിന്റെ പുറത്ത് കയറുന്നതിനാണ് എന്ത് പറയുന്നത്? റക്കിബ എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നില്. അപ്പൊ അതെന്തും ആകാം. തോണിയാകാം, വഞ്ചിയാകാം, കാറാകാം, അതേപോലെ കപ്പലാകാം. എന്തായിരുന്നാലും അതിന്റെ മുകളിൽ കയറുന്നതിനാണ് എന്ത് പറയുന്നു? മൃഗമാകാം. ഇതിന്റെ മുകളിൽ കയറുന്നതിന് എന്ത് പറയും? റക്കിബ എന്ന് പറയും. അതല്ലാത്ത ഒന്നിന്റെ മുകളിൽ കയറുന്നതിന് എന്ത് പറയും? സ്വഈദ എന്ന് പറയും. സ്വഈദ. കോണിയിൽ കയറി, സ്റ്റെയർ കേസിൽ കയറി, മരത്തിന്റെ മുകളിൽ കയറി ആണെങ്കിലും സ്വഈദ. പരിജാലൻ ഔ റുക്ബാനൻ, അപ്പൊ നിങ്ങൾ റാക്കിബായിക്കൊണ്ടോ നമസ്കരിക്കുക. റാക്കിബ, റുക്ബാൻ, വാഹനത്തിൽ കയറിയവരായ നിലയിലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നടന്നുകൊണ്ട് നമസ്കരിക്കാം,
വാഹനത്തിലായിക്കൊണ്ടും നമസ്കരിക്കും. അവിടെ ഒരുപാട് മസ്ജിദൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു മസ്ജിദയും നോക്കേണ്ട കാര്യമില്ല. സമയമായാൽ നമസ്കരിക്കുക. ഇത് അമീനത്തും. ഇപ്പൊ അവിടെ എന്താണ് അമീനയുടെ അമീന എന്താർത്ഥം? അമീന നിർഭയന. ഇപ്പൊ ഖാഫ അമീന, ഖാഫ ഭയപ്പെട്ടു, അമീന നിർഭയനായി. ഇത് അമീനത്തും നിങ്ങൾ നിർഭയരായാൽ അള്ളാഹെ ഓർക്കുക. കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. കമാ പോലെ. കമാ എന്ന് പറഞ്ഞാൽ കായും മായും നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ക പോലെ, മാ ഒന്ന്. പക്ഷെ കമാ ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. കമാ പോലെ. അത് പിന്നെ മായുടെ സ്ഥാനമൊന്നും ഇല്ല. അത് വേണമെങ്കിൽ അതിന്റെ ആ ഒരു ഭാഗം കായും മായും കൂടെ ഒന്നാണെന്ന് പറയാം. പക്ഷേ കമാ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ മായ്ക്ക് സ്ഥാനം ഇല്ല. കമാ പോലെ എന്ന അർത്ഥത്തിലാണ് ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, നിങ്ങളെ പഠിപ്പിച്ച പോലെ. മാലം തക്കൂനു തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ലാത്തതിനെ. മാ ഒന്നിനെ ലം തക്കൂനു തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലായിരുന്നു. എങ്ങനെ നമസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമസ്കരിക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മളെ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത്, അന്ത്യപ്രവാചകൻ കൊണ്ടുവന്ന നടപടിക്രമം, നമസ്കാരം ദീനിൽപ്പെട്ടതാണ്. ദീനും ശരീഅത്തും ഉണ്ട്. പക്ഷെ എങ്ങനെ നമസ്കരിക്കണം എന്നത് ശരീഅത്തിൽപ്പെട്ടതാണ്. നമസ്കാരം എന്നത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതെന്താണ്? എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നതാണ് ദീൻ. ശരീഅത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രവാചകന്മാർക്കും ഓരോ ശരീഅത്താണ്, നടപടിക്രമങ്ങൾ. എല്ലാ പ്രവാചകന്മാർക്കും നൽകിയതാണ് ദീൻ. അപ്പോ അത് ദീനും ശരീഅത്തും രണ്ടാക്കി പറഞ്ഞാൽ കേട്ടോ. ദീനിന്റെ വിശദീകരണമാണ് ശരീഅത്ത്. അപ്പോ എങ്ങനെ നിർവഹിക്കണം എന്നതാണ് ശരീഅത്ത്. അപ്പൊ ദീൻ എന്തായിരുന്നു? ആദം അലൈഹിസ്സലാം മുതൽ നാൾ വരെയുള്ളവരെല്ലാം ദീൻ ഒന്നാണ്. ശരീഅത്തും വ്യത്യസ്തമായിരിക്കും നടപടിക്രമങ്ങൾ. അപ്പൊ നമസ്കാരം ദീനിൽപ്പെട്ടതാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലെ നമസ്കാരം വേറെയാണ്. നമസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു കൊടുത്തത്. നമുക്കറിയാം 5 വക്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേറാജ് വെച്ച് കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ക്രമവും അള്ളാഹ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയാൽ നമുക്ക് ഈ നമ്മുടെ നമസ്കാരത്തിന്റെ വാല്യൂ മനസ്സിലാവും. ഇപ്പൊ അങ്ങോട്ട് നോക്കി നമസ്കരിക്കണമോ ഇങ്ങോട്ട് നോക്കി നമസ്കാരം എല്ലാവർക്കും ഉണ്ടല്ലോ. നമിക്കല് ആരാധന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങോട്ട് നോക്കി നിന്നാണോ ആരാധന നടത്തേണ്ടത്, ഇങ്ങോട്ട് നോക്കി നിന്നാണോ ആരാധന നടത്തേണ്ടതെന്ന് ഇപ്പോഴും തർക്ക വിഷയമാണ് അല്ലേ? പിന്നെ ആരോടെ എന്തോടെ എങ്ങനെ ആരാധിക്കണം എന്നത് പല ആരാധനാലയങ്ങളിലും തർക്ക വിഷയം. അതേ സമയത്ത് ചെയ്തിരിക്കുന്നു, കൃത്യമായി പഠിപ്പിച്ചു. എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നമസ്കരിക്കുക. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു ഖുദു അന്നി മനാസിക്കക്കും, എന്റെ ആരാധനാ കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നും എടുത്തോളുക, സ്വീകരിച്ചോളുക. നോമ്പിനെ കുറിച്ച് കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ മുതൽ തുടങ്ങണം, എവിടെ അവസാനിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പോ അതും എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ആരാധനകളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം നിലനിൽക്കുന്ന ശരീഅത്ത് മുഹമ്മദീയ ശരീഅത്താണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാല് ഓരോരുത്തർ എങ്ങനെ ആരാധിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല എങ്ങനെ ആരാധിക്കണം. അപ്പൊ അതാണ് കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ, നിങ്ങൾക്കറിയില്ലായിരുന്ന സംഗതിയെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ എന്ത് ചെയ്യുക? ഓർക്കുക, ആരാധന നിർവഹിക്കുക, ദിക്ർ ചെയ്യുക. അപ്പൊ ഇവിടെ നമസ്കാരത്തിന് ദിക്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമസ്കാരത്തിന് ദിക്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്.
എന്ത് ചെയ്തു? അഖിമി സ്വലാത്ത ലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ നമസ്കാരം ഒരു ദിക്റാണ്. ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? നമസ്കാരം. ഖുർആനാണ്. പാരായണം. ഖുർആൻ ഖുർആൻ. തദബ്ബുറാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തദബ്ബുറാക്കണം. അല്ലാതെ വെറുതെ പാരായണം ചെയ്തുകൊണ്ടിരുന്നാ പോരാ. ഓക്കെ, എന്തായിരുന്നാലും അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ദിക്റെന്ന് ഉപയോഗിച്ചു. അപ്പോ ദിക്റ് അള്ളാഹ് പഠിപ്പിച്ചെന്ന പോലെ ആകാം. അപ്പൊ ഏത് ദിക്റായിരുന്നാലും, നമസ്കാരമായിരുന്നാലും, നോമ്പായിരുന്നാലും, ഹജ്ജായിരുന്നാലും, അതേപോലെ ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് സ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്തായിരിക്കണം? കമാ അല്ലമക്കും. മനസ്സിലായില്ലേ? ഏത് ദിക്റും എന്തേവലായിരിക്കണം? പഠിപ്പിച്ചതുപോലെ. റസൂൽ എന്നാ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ആയിരിക്കണം. ഇനി എന്തെങ്കിലും സംഗതി ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി ഡിലീറ്റഡ്. ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് കളയണം. നബിസ്വല്ലാഹു എന്താ പറഞ്ഞത്? നമസ്കാരം അല്ല, ആരാധനകൾ എന്ത് ചെയ്തിരിക്കുന്നു? കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ അക്മൽത്തിലക്കും ദീനക്കും ആത്മം താലേക്കും ഞാനത്തി. അപ്പൊ തമാമും ഇക്മാലും ചെയ്തിട്ടുണ്ട്. ഇക്മാലും ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും ഇതിലില്ലാത്ത എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഹ്ദസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ന്യൂ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയത്, അഹ്ദസ പുതുതാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ അംരിനാ ഹാദാ നമ്മളെ ഈ സംഗതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ദീനിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. ഷുഡ് ബി ഡിലീറ്റഡ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ ദിക്റും എന്തായിരിക്കണം? റസൂലുള്ള പഠിപ്പിച്ചവരായിരിക്കണം. കാരണം ഒന്ന് ദിക്ർ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ആരാധനയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെ? നമ്മളെ നിയ്യത്ത് എന്തായിരിക്കും? ഇതൊരു ആരാധനയാണ്, അള്ളാന്റെ പ്രീതി കിട്ടണമെന്ന് പറയും ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന എല്ലാ സംഗതിയും എന്തായിരിക്കണം? റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ആയിരിക്കും. വല്ലദീന കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. പിന്നെ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ബാക്കി കൂടി പറയുകയാണ്. ഉപസംഹരിക്കാൻ നേരത്ത് എന്ത് ചെയ്തു? നമസ്കാരത്തെ കുറിച്ച് ഓർമ്മിച്ചു, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമസ്കാരം ദിക്റാണെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി തലാഖിനെ കുറിച്ച് പറയാനുണ്ട്. അല്ലദീന യതവഫൂന മിൻകും വയദറൂന അസ്വാജൻ. നേരത്തെ പറഞ്ഞു. നേരത്തെ എന്താ പറഞ്ഞു? അല്ലദീന യതവഫൂന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന എന്ന് പറഞ്ഞു. അർബഅത അശ്ഹുരിൻ വഅശ്റ എന്ന് പറഞ്ഞു, അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെയുള്ളവർ വയദറൂന അസ്വാജൻ, ഭാര്യമാരെ വിട്ടേച്ച് പോകുന്നവർ, വസിയ്യത്തൻ, എന്താണ്? അവർക്ക് വസിയ്യത്ത് നിർബന്ധമാണ്. അവരെന്ത് ചെയ്യണം? വസിയ്യത്ത് ചെയ്യണം. എന്ത് വസിയ്യത്ത് ചെയ്യണം? വസിയ്യത്തൻ ലി അസ്വാജിഹിം, അവരുടെ പത്നിമാർക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യണം. മതാഅൻ എന്താ പറഞ്ഞത് നമ്മള്? ജീവനാംശം. ജീവന അംശമല്ല, ജീവിത വിഭവം. ജീവിത വിഭവം. അംശം പറഞ്ഞത് കോടതിയാ പറഞ്ഞത്, കേട്ടാ. കോടതി മത്താ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറെ അഡ്വക്കേറ്റുമാരും ട്രാൻസ്ലേറ്റർമാരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ പിന്നെ അതിന് ഒരുപാട് അർത്ഥലോപം സംഭവിക്കും. അപ്പം എന്ത് ചെയ്യണം? നഫഖത്തൻ വ സക്കനൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേട്ടാ. അവർക്ക് വേണ്ടിയുള്ള ചിലവും അവരുടെ താമസ സൗകര്യവും.
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് ഡ്രസ് ആൻഡ് ഓൾ എക്സ്പെൻസസ്. അവർക്ക് എന്ത് ചെയ്യണം? വസിയ്യത്ത് ചെയ്യണം. അഥവാ വസിയ്യത്ത് ചെയ്തില്ലെങ്കിലും അത് അവർക്ക് കിട്ടണം. കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്. അതാള് മരിച്ചുവല്ലോ, മരിച്ചുപോയാൽ അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. എന്ത്? അവിടെ നിന്ന് നിന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി നീ എന്റെ വീട്ടിൽ പൊയ്ക്കോന്ന് പറയാൻ പാടില്ല. ഏതുവരെ? ഈലൽ ഹൗലി, ഒരു വർഷം വരെ അവർക്കൊന്നും മിണ്ടാൻ പാടില്ല. നീ മോള് പോണോ, നിന്റെ ഉമ്മടുത്ത് വയ്ക്കോ അല്ലെങ്കിൽ അപ്പുറത്ത് വയ്ക്കോ ഒന്നും പറയാൻ പാടില്ല. അതേപോലെ അവരുടെ ഡ്രസ്സിന്, നിന്റെ ആഹാരത്തിലൊക്കെ നീ വക കണ്ടെത്തണം എന്നൊന്നും പറയാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? മത്താൻ, അവർക്ക് അവകാശപ്പെട്ടതാണ് ജീവിത വിഭവം. ഇലൽ ഹൗലി, ഒരു വർഷം വരെ. ഹൗൽ എന്ന് പറഞ്ഞ വർഷം കേട്ടോ, ഹൗൽ വർഷം. ഗൈറ ഇഖ്റാജ്, പുറത്ത് പോകാതെ. നീ അവിടെ പോയി ഉമ്മർത്ത് നിന്നോ, നമ്മൾ ആഹാരം എക്സ്പെൻസ് ഒക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്നൊന്നും പറയാൻ പാടില്ല. ഗൈറ ഇഖ്റാജ്, പുറത്താക്കൽ കൂടാതെ. ഗൈറ ഇഖ്റാജ്. ഫഇൻ ഖറജ്ന, ഗൈറ ഇഖ്റാജ് എന്ന് പറഞ്ഞാൽ അഖ്റജ് യുഖ്രിജു, പുറത്താക്കി. ഇഖ്റാജ് പുറത്താക്കൽ കേട്ടോ. അങ്ങനെ പുറത്താക്കാൻ പാടില്ല. അവരുടെ ഭർത്താവിന്റെ അവകാശികൾ അല്ലെങ്കിൽ അനന്തരാവകാശികൾ, അവിടെ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല? നീ വയ്ക്കോ എന്ന് പറയാൻ പാടില്ല. ഫഇൻ ഖറജ്ന, അപ്പൊ ഖറജ, അപ്പോ അവർ സ്വയം പോയി. ഖറജ്ന, അവർ സ്വയം പോയി. ഞാൻ പോവാണ്, ഉമ്മടുത്ത് വയ്ക്കാം, വാപ്പടുത്ത് വയ്ക്കാൻ തുടങ്ങി പോവാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ളവരോടാണ്. ഓരോ സ്ഥലത്തും അഡ്രസ് ചെയ്യുന്ന ഓരോരുത്തരെ. ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന, അൻഫുസ് എന്ന് പറഞ്ഞാൽ സ്വയം, ദംസെൽസ്. ഫീ അൻഫുസിഹിന്ന, അവർ സ്വയം, ഫഅൽന ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ക്രിയ സ്ത്രീലിംഗ ബഹുവചന രൂപം പറഞ്ഞു പഠിക്കണം. നമ്മൾ പട്ടികയിൽ ചെയ്യണം, എഴുതി ചേർക്കണം. വേറെ കളറിൽ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട്, മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം. എന്താണ്? അതെ പറഞ്ഞല്ലോ. ഇങ്ങനെ എങ്ങനെ വന്നു? അത് എഴുതി ചേർക്കണമെന്ന്. ഫതഹൈന, അത് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ നമ്മൾ. ക്രിയയുടെ മറഞ്ഞ ബഹുവചന സ്ത്രീലിംഗ രൂപം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ? ഇതുവരെ കേട്ടായിരുന്നു ആരെങ്കിലും? കേട്ടായിരുന്നു. ഏതായത്തില്? ഏതാ ഖറജിനെ വന്നതോ? അല്ല, ഈ സ്ത്രീലിംഗത്തിന്റെ നൂന് നിസ്വത്ത് എന്ന് പറഞ്ഞില്ലേ, പെണ്ണുങ്ങളുടെ നൂന് വന്നത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഉസ്താദ്. അപ്പൊ അവിടെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്ത ആരാണ് ഈ ചോദിച്ചത്? കമ്മ്യൂണിക്കേറ്റീവ് അറബിക് പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിലാണ്. ബലഗന അജ്ലഹുന്ന പറഞ്ഞപ്പോ എന്തായി? അത് പറഞ്ഞു ബലഗന എന്നിട്ട് പറഞ്ഞു നമ്മൾ ടേബിൾ, മാസ്റ്റർ ടേബിളില് നമ്മളെ ഇടയിൽ പഠിക്കാത്ത ഭാഗം അവിടെ എഴുതി വെക്കണം. അതിനാണ് വലിയ ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കംപ്ലീഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. നമ്മൾ അൽബക്കർ ആലിമ്രാൻ പഠിക്കാൻ വേണ്ടിയല്ല, അത് അതിന്റെ സബ്സിഡി ആയിട്ട്, അതിന്റെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. ബാക്കി നമ്മൾ 95% പഠിച്ചു, 90% പഠിച്ചു എന്ന് പറയും. അപ്പൊ ബാക്കി എവിടെ ഉസ്താദെന്ന് ചോദിച്ചാൽ ബാക്കി ഇതുകൂടെ പഠിച്ചാൽ ബാക്കി കിട്ടും. അപ്പൊ ആ മിസ്സായത് ഖറജു, ആ പുരുഷന്മാർ പോയി, പുറത്തു പോയി. ഖറജിന, ആ പെണ്ണുങ്ങൾ പോയി. ഇതൊക്കെ നമ്മളെ ഫസ്റ്റിൽ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടാവും കൃത്യമായിട്ട്. ഈ ക്ലാസ്സിൽ വരാത്തവര് ഈ വീഡിയോ എങ്കിലും കേൾക്കണേ. ഒരു പ്രാവശ്യം അല്ല, 2 പ്രാവശ്യം അല്ല, പല പ്രാവശ്യം കേൾക്കണം. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളെ പറയും. പക്ഷേ നമ്മൾ അഡീഷൻ ഡിലീഷൻ ഓട് കൂടിയാണ് കേൾക്കുന്നത്. അഡീഷൻ ഡിലീഷൻ സബ്സ്ട്രോഷൻ എന്ന് പറയും. അഡീഷൻ ഡിലീഷൻ സബ്സ്ട്രോഷൻ എന്ന് പറയും. അതായത് പറയുന്നയാള്
പറയുന്ന ആള് പറയുന്നതല്ലാത്ത ചില കാര്യങ്ങൾ അവർ കേൾക്കും. അതേപോലെ പറയുന്നയാള് പറയുന്നതിനെ പൂർണ്ണമായും അവർ കേൾക്കുകയില്ല. അതേപോലെ പറയുന്നയാള് പറയുന്നതിന്റെ പൂർണ്ണ അന്തസത്തയോടുകൂടി കേൾക്കുകയില്ല. അപ്പൊ പറയുന്നയാള് കേൾക്കുമ്പോൾ 2 മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ഒരു സെക്കൻഡിൽ കിട്ടും. എത്ര കിട്ടും? 2 ദശലക്ഷം ഇൻഫർമേഷനാണ് ഒരു സെക്കൻഡിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 ദശലക്ഷം ഇൻഫർമേഷൻ. ഇപ്പൊ നിങ്ങൾ അല്പം നിശബ്ദമായിരുന്നാല് നിങ്ങളുടെ പരിസരത്ത് കേൾക്കുന്ന ശബ്ദം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, അല്ലേ? അപ്പൊ ഇതുവരെ നിങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഒരു 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 വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കൊണ്ട് അത് കേട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ശബ്ദം വരുന്നുണ്ട്. അതേപോലെ ഞാൻ പറയുന്നതിന് നിങ്ങൾ കേട്ടിരുന്നാലും ചില ആൾക്കാർ ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാവും, പൂർണ്ണമായി കേൾക്കുന്നില്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 ദശലക്ഷം 20 ലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്ന് പറയുമ്പോൾ 2 ഇതായി. ബിറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 8 ബൈറ്റ്സ് ആർ 1 ബിറ്റ്. 8 ബൈറ്റ്സ് ആർ 1 ബിറ്റ്. നമ്മൾ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ബിറ്റാണ്? 8 ബിറ്റാണ് കേട്ടോ. 0000000 കഴിഞ്ഞിട്ട് 8 0 ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആയിരിക്കും, ഓഫ് ആയിരിക്കും. അപ്പം ചിലത് 1 ആയിരിക്കും, ചിലത് 0 ആയിരിക്കും. അതാണ് ബിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എ അടിക്കുമ്പോഴത്തേക്ക് ഒരു ബൈറ്റാണ്. അത് ഒരു ബൈറ്റ് ആവണമെങ്കിൽ ഒരു ബിറ്റ് വേണം, 8 ബിറ്റ് വേണം. അപ്പോൾ 8 ബിറ്റ്സ് ആർ 1 ബൈറ്റ്. ഇതിനെന്ത് ചെയ്യും? അതേപോലെ 20 ദശലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, പല പ്രാവശ്യം കേൾക്കാം. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ ഖുർആൻ വായിക്കുമ്പോഴും പല പ്രാവശ്യം വായിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നേരത്തെ കാണാത്തോണ്ടല്ല, നേരത്തെ വായിക്കാത്തോണ്ടുമല്ല, പക്ഷെ നമ്മളെ ശ്രദ്ധയിൽ വരുന്ന അതാണ്. ഓക്കെ. അപ്പോ ഖറജിന കേട്ടോ, ഫതഹിന. അപ്പൊ ഫത്തഹയുടെ ടേബിള് മാസ്റ്റർ ടേബിൾ ആയിട്ട് എഴുതി വെക്കാത്തവര് ഇപ്പൊ തന്നെ മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കി വലിയ ചാർട്ട് പേപ്പറിൽ ഒരു 7 രൂപ അല്ലെങ്കിൽ 10, 20 രൂപ കൊടുത്ത് വലിയ പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ എഴുതി വെക്കണം. ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വലിയ മാസ്റ്റർ ടേബിൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം? ഇടയിൽ നമ്മൾ വിട്ടത് വേറെ കളർ കൊണ്ട് എഴുതണം. നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണ് ഖറജിന. അപ്പൊ ഫത്തഹിന അവിടെ എഴുതി വെക്കണം. ഓക്കെ. الذين يتوفون منكم ويذرون أزواجا وصية. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അലൈഹിമുൽ വസിയ്യത്തു, അവരുടെ മേൽ വസിയ്യത്ത് നിർബന്ധമാണ്. ഈ അസ്വാജിഹിം, അവരുടെ ഇണകൾക്ക് വേണ്ടി. മതാഅൻ ഇലൽ ഹൗലി, ഒരു വർഷത്തേക്ക്. ഗൈറ ഇഖ്റാജ്, പുറത്താക്കൽ കൂടാതെ, പുറത്താക്കാതെ തന്നെ. ഫഇൻ ഖറജ്ന, അവർ സ്വയം പോയാൽ. ഫഇൻ ഖറജ്ന, അവർ സ്വയം പോയാൽ. ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ മേൽ കുറ്റമില്ല. ലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന. ഫതഹന പറഞ്ഞാൽ ഫഅൽന, ആ പെണ്ണുങ്ങൾ ചെയ്ത കാര്യത്തിൽ. ഫീ അൻഫുസിഹിന്ന, അവർ സ്വയം. മിൻ മഅറൂഫ്, തെറ്റായ നിലയിലല്ല, മാന്യമായ നിലയിൽ. മഅറൂഫ് അറിയപ്പെട്ടെന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ, നല്ലതായ നിലയിൽ എന്നാണ്. അതേപോലെ മഅറൂഫിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാവും കേട്ടോ. അറിയപ്പെടുന്നതായ നിലയിൽ എന്ന് പറഞ്ഞാൽ മാന്യമായ നിലയിൽ എന്നർത്ഥം. അംറും ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കൽ എന്നാണ്. മാന്യമായത് കൽപ്പിക്കൽ, നന്മ കൽപ്പിക്കൽ. വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു അജയ്യനും പ്രതാപവാനും യുക്തിമാനുമാണ്. അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യനാണ്, പ്രതാപവാനാണ്. ഹക്കീം യുക്തിമാനാണ്. അപ്പോ ആദ്യം മുതൽ പറഞ്ഞതിന്റെ പരിസമാപ്തിയാണല്ലോ ഇത്. ഇടയ്ക്ക് പറഞ്ഞതാണ്. അപ്പൊ എന്താ പറഞ്ഞത് അവിടെ?
ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഹിക്മത്ത് അള്ളാഹ്ക്കേ അറിയാവൂ എന്നാണ്. നിങ്ങൾ ഇദ്ദ എത്ര പാലിക്കണം, ഇദ്ദ അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഹാരജമ നടത്താമോ, അതുപോലുള്ള കാര്യങ്ങൾ ഇദ്ദ പാലിക്കുന്നത് എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞതിന് ശേഷം പറയാണ് അല്ലാഹു അസീസുൻ, അല്ലാഹു അജയ്യനാണ്. ഈ നിയമത്തെ അതിജയിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ജയ്യനാണ്, അവനാണ് അജയ്യൻ. ഹക്കീം. അപ്പൊ എന്തിനാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ഹക്കീം, അള്ളാഹ്ക്ക് അതിന്റെ യുക്തി അറിയാവൂ, അതിനെന്ത് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ ദൈവിക നിയമങ്ങളുടെ, ഖുർആന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് പറയുമ്പോൾ അതിന്റെ അലംഘനീയമായ നിയമങ്ങൾ. ഒരു ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളുണ്ടല്ലോ, ആ അടിസ്ഥാന പ്രമാണങ്ങൾ പിന്നെ ഒരു പാർലമെന്റിലും ഒരു അസംബ്ലിക്കും ഒരു നിയമനിർമ്മാണ സഭകൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റിനിർത്തൽ ചെയ്യാൻ പാടില്ല. അതാണ് ഖുർആൻ പോലുള്ള നിയമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാഹു അസീസുൻ ഹക്കീം, ഒരപ്പീലുമില്ല, കഴിഞ്ഞു. അതേസമയം മനുഷ്യന്മാരുണ്ടാക്കിയതാണെങ്കിലോ, ഒന്ന് അവര് അലംഘനീയമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം കാലം മാറി വരുന്നതിനനുസരിച്ച് അത് മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും, കാരണം അന്ന് അവരുടെ വിവരം അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഈ തന്നിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ഉണ്ടാക്കിയതാണ്. റബ്ബും ഖാലിഖും ബാരിഉം മുസവ്വിറുമായിട്ടുള്ളവൻ, അവനാണ് എല്ലാത്തിനെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, അവനാണ് രൂപകൽപ്പന ചെയ്തവൻ, അവനാണ് ഡിസൈൻ ചെയ്തവൻ, അവനാണ് സൃഷ്ടിച്ചവൻ. നിർമ്മാതാവും ഡിസൈനറും രൂപകൽപ്പന ചെയ്തയാളും എല്ലാം തയ്യാറാക്കിയതും എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും ആയവൻ ആരാണോ അവനാണ്. അതുകൊണ്ടാണ് അസീസ്, അവൻ അജയ്യനാണ്, ഹക്കീം, അവൻ യുക്തിമാനുമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൽ മുത്തല്ലഖാത്ത് മതാഉൻ ബിൽ മഅറൂഫ്. അപ്പൊ മുത്തല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോചിത, കേട്ടാ, തലാക്ക് ചെല്ലപ്പെട്ടവൾ. വിവാഹ മോചിതയാ, മോചിതകൾ. മുത്തലഖാത്തല്ല, അവസാനം മുത്തലാഖാത്ത് നമ്മൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. തല്ലക്ക, കേട്ടോ, സബ്ബഹ ഗ്രൂപ്പ് പറഞ്ഞു നോക്കണം. ഏത് ഒരു വാക്ക് കിട്ടിയാൽ അതിനെ ഗ്രൂപ്പിലേക്ക് മടക്കണം. ആ ഗ്രൂപ്പിലേക്ക് മടക്കിയിട്ട് ആ ഗ്രൂപ്പിന്റെ ഈ ഫോർമാറ്റ് പറഞ്ഞു നോക്കണം. മുസബ്ബിഹുൻ, മുസബ്ബഹുൻ. സ്ത്രീലിംഗ രൂപം ആദ്യം മാറ്റണം, എന്നാൽ നമ്മൾ പുല്ലിംഗ രൂപം പഠിച്ചുള്ളൂ. അപ്പൊ അതാണ് അവിടെ നിന്ന് ബേസ്. മുസബ്ബഹുൻ, മുസബ്ബഹുൻ. സബ്ബഹുൻ തസ്ബീഹ് ചെയ്യുന്നവൻ, മുസബ്ബഹുൻ തസ്ബീഹ് ചെയ്യപ്പെട്ടത്. മുനസ്സിലുൻ ഇറക്കുന്നവൻ, മുനസ്സലുൻ ഇറക്കപ്പെട്ടത്. അപ്പം മുതല്ലഖുൻ, മുതല്ലഖുൻ. മുതല്ലഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും തലാഖ്, മുതല്ലഖ് എന്ന് പറയുമ്പോൾ സ്ത്രീ ആയിരിക്കും, അതുകൊണ്ടാണ് മുതല്ലഖത്ത് എന്ന് പറയുന്നത്. മുതല്ലഖത്തുൻ, മോചിതയായ സ്ത്രീ. തലാഖ് ചെല്ലപ്പെട്ടത്, തലാഖ് ചെല്ലിയത് പുരുഷൻ, തലാഖ് ചെല്ലപ്പെട്ടത് സ്ത്രീ. അങ്ങനെയുള്ള സ്ത്രീകൾ വലിൽ മുത്തല്ലഖാത്തി, അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശമുണ്ട്. മതാൾ, എന്ത്? ജീവനാംശം, ജീവിത വിഭവം. ബിൽ മഅറൂഫ്, മാന്യമായ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മഅറൂഫ് എന്ന് പറഞ്ഞാല് അവൾ എന്ത് നിലവാരത്തിലാണ് ജീവിക്കുന്നത് ആ നിലവാരത്തിലുള്ള ജീവിത വിഭവം കൊടുക്കാൻ, ലഭിക്കാൻ അവൾക്ക് അർഹത. അപ്പൊ അവൾക്ക് യാത്രാ സൗകര്യം കൊടുക്കണം, താമസ സൗകര്യം കൊടുക്കണം, ഫുഡ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എല്ലാം കൊടുക്കണം. ബിൽ മഅറൂഫ്, മാന്യമായി. ഉറുഫ് എന്നും പറയും. ഉറുഫ് അനുസരിച്ച് പറഞ്ഞാൽ അവിടെ അറിയപ്പെട്ട സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അവളെ പോലുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അത്. ഹക്കൻ അലൽ മുത്തഖീൻ, അത് ഹക്കാണ്. ഈ ഹക്ക് എന്താണ്? ബാധ്യതയാണ്. അല, മേൽ. അല വന്നപ്പോ മേലാണ്. ആർക്ക്? മുത്തഖിയ. നേരത്തെ എന്ത് പറഞ്ഞു? നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ മുഹ്സിനാണ് പറഞ്ഞത്. അന്നേരം നമ്മൾ പറഞ്ഞു അടുത്ത മുത്തഖീൻ വരാൻ പോണെന്ന്, അല്ലേ? മുഹ്സിന് നേരത്തെ മുഹ്സിൻ എന്തായിരുന്നു പറയുന്നത്? അതാണ് മത്യഊഹുന്ന,
മാലം തമസ്സൂഹന്നെയാണ് കേട്ടോ. ഏത് സ്പർശിക്കുന്നതിന് മുമ്പ് തലാഖ് ചൊല്ലി. ഔ തഫ്രിദൂ ലഹുന്ന ഫരീദത്തൻ, മഹർ നിശ്ചയിക്കുകയും ചെയ്തിട്ടില്ല. മഹർ നിശ്ചയിക്കുന്നതിന് മുമ്പ് സ്പർശിക്കാതെ തന്നെ എന്ത് ചെയ്തു, വിവാഹമോചനം ചെയ്താൽ അവർക്ക് മത്തായി കൊടുക്കണം. എന്താണ്? സുഹൃതവാന്മാർക്ക് ബാധ്യതയാണ്. അന്യന്മാരാണെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടേ ഉള്ളൂ. കാരണം എന്താണ്? ഒരു പേര് വന്നു, തൊട്ടോ ഇല്ല എന്നുള്ള ഇവർ രണ്ടുപേരല്ലേ അറിയുള്ളൂ. അവർ പേര് വന്നു, സമൂഹത്തിൽ ഇങ്ങനെ പേര് വന്നു. അപ്പൊ അതുകൊണ്ട് മാന്യമായി കൊടുക്കല് മാന്യന്മാരുടെ അറ്റഞ്ഞാല് മൊക്സിനി. ഇവിടെ എന്താ? മുത്തല്ലക്കാത്ത്, സാധാരണഗതിയിലുള്ള തലാഖ് ചെല്ലപ്പെട്ടവളാണെങ്കിൽ, അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മുത്തക്കികളാണെങ്കിൽ അവർക്ക് അവന് എന്താണ്? ബന്ധമാണ്. പടച്ചവനെ പേടിയുള്ളവനാണെങ്കിൽ അവൻ കൊടുത്തിരിക്കണം. ലക്കും ആയാതിഹി. ഇത് പറയാൻ വേണ്ടിയാണ് നേരത്തെ അസീസുൻ ഹക്കീം നേരത്തെ തന്നെ പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ലക്കും ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ തെളിവുകൾ, അവന്റെ പ്രമാണങ്ങൾ, അവന്റെ സൂക്തങ്ങൾ. ആയത്തിന് എല്ലാ അർത്ഥമുണ്ട്. ഇതെല്ലാം തെളിവുകളാണ്, ദൃഷ്ടാന്തമാണ്, പ്രമാണമാണ്, അതേപോലെ സൂക്തങ്ങളാണ്. ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ചിന്ത ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല. നിങ്ങൾ ചിന്ത വേറെ എവിടെ നിങ്ങളോട് പണം വെച്ചിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്കൊന്നും ഇതിന്റെ ബുദ്ധൻസ് ഇരിയിട്ടില്ല. പിന്നെ വേറെ വിഷയത്തിലേക്ക് പോവാൻ. അലം തറയിലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത്. ഞങ്ങൾ മരിച്ചു പോകും എന്ന് പേടിച്ചിട്ട് ആ നാട്ടിൽ നിന്നും വിട്ടുപോയ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവത്തിലേക്കാണ് വിരൽച്ചുകൊള്ളുന്നത്. അത് എവിടെയാണെന്നോ ആരാണെന്നോ എന്നത് ഖുർആൻ പറയാത്തത് കൊണ്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഖറജൂ മിൻ ദിയാരിഹിം, ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഹദറൽ മൗത്ത്, നമ്മൾ മരിച്ചു പോകും എന്ന് പേടിച്ചിട്ടാണ് അവർ സ്വയം പുറപ്പെട്ടു പോയത്. മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്. വഹും ഉലൂഫുൻ, അവര് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഉലൂഫ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ടായിരുന്നു. വഹും ഉലൂഫുൻ, എങ്ങനെ എന്തുകൊണ്ടാ പോയത് അവര്? ഹദറൽ മൗത്ത്, മരിച്ചു പോകും എന്ന് പേടിച്ച്. ഹദറ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്, പേടിച്ച്. മുന്നറിയിപ്പ് എന്നും അർത്ഥമുണ്ട്, അതേപോലെ പേടി എന്നും അർത്ഥമുണ്ട്. ആ, പേടിച്ചു പോയി. ഹദറൽ മൗത്തി, മരണത്തെ പേടിച്ചു. ഫഖാല ലഹുമുല്ലാഹു, അപ്പൊ അള്ളാഹ് പറഞ്ഞു മൂത്തു, മരിച്ചോളി എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? വഴിക്ക് വെച്ച് മരിച്ചുപോയി. സ്വന്നാഹിയാഹും, പിന്നെ അവരെ ജീവിപ്പിച്ചു. പിന്നെയും അവരെ ജീവിപ്പിച്ചു. അപ്പോ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട്, നമ്മൾ അങ്ങനെയാണല്ലോ, മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. മരിച്ചു പോകും എന്ന് പേടിച്ചിട്ട്, അല്ലേ? രോഗം വന്നാൽ നമ്മൾ ഉടനെ ആശുപത്രി പോകും, അടുത്ത എങ്ങനെയെങ്കിലും അവിടെ എത്തും. അതെപ്പോഴും എന്താ പേടിക്കുന്നത്? മരണത്തെയാണ് പേടിക്കുന്നത്. മരണത്തെ പേടിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? സുഹൃതം ചെയ്യണം. അപ്പൊ അവരങ്ങനെയല്ല ചെയ്തത്. അവർ ഞങ്ങൾ മരിച്ചു പോകും എന്ന് പേടിച്ചിട്ട് അവര് പോയി. മൂത്തു, അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞു നിങ്ങൾ മരിച്ചോളി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ വഴിക്ക് വെച്ച് മരിച്ചു.
തുമ്മഹിയാകും പിന്നെയും ജീവിപ്പിച്ചു. കാരണം എന്താ? നിങ്ങൾ മരിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ അവിടെ നിന്ന് പോയത്. അപ്പൊ നിങ്ങൾ പോയത് കൊണ്ട് മാത്രം മരിക്കാതിരിക്കുവോ? ഇല്ല. നിങ്ങളുടെ മരണം നിങ്ങളുടെ വിരിപ്പിൽ എത്തും. അല്ലേ? എവിടെയായാലും അലിമ്രാനിൽ വരാനുള്ളത്. അപ്പൊ എന്തായി? പത്താലഹമുല്ലാഹമൂത്തും പിന്നെയും ജീവിച്ചു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി അള്ളാഹ്ക്ക് മരിപ്പിക്കാനും കഴിയും, ജീവിപ്പിക്കാനും കഴിയും. യഥാർത്ഥ കാര്യം അള്ളയെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അള്ളയെ അനുസരിക്കുക, അള്ളാന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു അതനുസരിക്കുക. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്. അപ്പോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ഒക്കെ അള്ളാന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്. അള്ളാഹ് ജനങ്ങളോട് ദൂ ഫദ്ലിൻ, ഫദ്ൽ ഉള്ളവനാണ്. ഔദാര്യം. ഇവിടെ ഫദ്ൽ ശ്രേഷ്ഠതയല്ല കേട്ടോ. ഔദാര്യം. ആ പള്ളിന് ശ്രേഷ്ഠതയൊന്നും ഇല്ലേ? ആ ശ്രേഷ്ഠതയുണ്ട്. ഇവിടെ ശ്രേഷ്ഠതയാണോ? അള്ളാഹ് ജനങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളവനെന്ന് എല്ലാവരും. എങ്ങനെ? അള്ളാഹ് ജനങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളവനാണ് എന്നല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താ? ജനങ്ങളോട് ഔദാര്യമുള്ളവനാണ്. കണ്ടോ മൂന്നെണ്ണത്തിലാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് നിർദ്ദേശം എല്ലാ ദിവസവും വരുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ അടുത്തിരുന്ന ഒരാൾ സംസാരിച്ചാലും ഇവിടെ കേൾക്കും. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ സംസാരിച്ചാലും ഇവിടെ കേൾക്കും. നിങ്ങളുടെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ഒരാൾ സംസാരിച്ചാലും കേൾക്കും. ഇത് മനസ്സിലാവും. അള്ളാഹ് ജനങ്ങളോട് ഔദാര്യമുള്ളവനാണ്. വലാക്കിൻ, പക്ഷേ അക്സറന്നാസി, അക്സറിന് എന്തുകൊണ്ടാ ഫത്തഹ് വന്നത്? ആ ലാക്കിന്ന. ആരുടെ സൗകര്യമാണ് ലാക്കിന്ന? ഇന്നയും കാനയും ഓപ്പോസിറ്റ് ആണ്. ഇന്നയുടെ സൗകര്യമാണ്. വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇന്ന ശബ്ദയുടെ നാളുള്ളത്. ആ അത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന അന്ന ലക്കിന്ന, ഇത് മൂന്നെണ്ണം ഒരുമിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. ഇന്ന അന്ന ലക്കിന്ന, എല്ലാത്തിനും ഞാനുണ്ട്. ലക്കിന്ന അക്സറന്നാസി, അക്സറിന്റെ ശേഷം വരുന്ന എല്ലാം രസമുള്ളതായിരിക്കും. അക്സറന്നാസി, ജനങ്ങളിൽ അധിക പേരും ലാ യഷ്കുറൂൻ, നന്ദി കാണിക്കുന്നു. അത് നമ്മൾ ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മൾ ഈ അക്സറിൽ പെട്ടതാണോ എന്ന്. അക്സർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായിടത്തും പറഞ്ഞാൽ ഭൂരിപക്ഷം. അപ്പൊ ഭൂരിപക്ഷം ചെയ്യുന്ന പോലെ ചെയ്താൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരുപാട് നമ്മൾ പറയാം. എല്ലാത്തിന്റെയും ന്യായീകരണം ഇതാണ്. എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നാ പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ 100% അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അപ്പോ അക്സർ നാസി ലാ ഇസ്ക്രൂൻ പറഞ്ഞിട്ടുണ്ട്, ലാ അക്രൂൻ പറഞ്ഞിട്ടുണ്ട്, ലാ യഅലമൂൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരാണ്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്തവരാണ്. ഭൂരിപക്ഷം എന്നൊരു സംഗതിക്ക് ഒരു പ്രസക്തിയും ഇല്ല. എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നല്ല. ചില സംഗതികൾ വരുമ്പോൾ ഓക്കെ, അഭിപ്രായം സർവേയൊക്കെ നടത്തുമ്പോഴത്തേക്ക് എന്തായി? ഭൂരിപക്ഷത്തിന്റെ 2 ഓപ്ഷൻ ഉള്ളപ്പോൾ ഭൂരിപക്ഷത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട്
അഭിപ്രായം സ്വീകരിക്കും. കാരണം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നബിസ്വല്ലാസം സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഒരു ഒരു സംഗതി ന്യായമാകുന്നതിന് വേണ്ടി ന്യായമല്ലാത്തൊരു സംഭവം ന്യായമാണ് എന്ന് നമുക്ക് ധരിക്കാൻ പാടില്ല. അതിലൊരു രൂപമാണ് ഇവിടെ പറഞ്ഞത്, അക്സർ ഉന്നാസി അക്സർ അക്സർ ഉന്നാസി ലാ യശ്കുറൂൻ. അള്ളാഹ് ഒരുപാട് ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കിയാൽ അനന്തമായ ഔദാര്യം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അനന്തമായ, ഒരു കണക്കും കയ്യുമില്ലാത്ത ഒരുപാട് പറയാനുണ്ടാവും. നമ്മുടെ ശരീരാത്മക അവയവങ്ങൾ, അതിലുള്ള കഴിവുകൾ, മില്യൺ കണക്കിന് കോശങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മില്യൺ കണക്കിന് ലക്ഷോപലക്ഷം ദശലക്ഷക്കണക്കിന്, ഉപലക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ദശലക്ഷക്കണക്കിന് കോശങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചുറ്റും ഒരുപാട് സംഗതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറേ ജനറേഷൻ ആയിട്ടുള്ള സംഗതികൾ, അള്ളാന്റെ ആനുകൂല്യങ്ങൾ നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും അനുസരിച്ച് നമ്മൾ ഒരു നന്ദിയും കാണിക്കുന്നില്ല. നമ്മൾ പറയും സമയമില്ല, ഏതെങ്കിലും അടുത്തതിലേക്ക് പോകണം, ഇതൊന്നും സമയമില്ല, അതിന് സമയമില്ല. ഖുർആൻ പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ സമയം കിട്ടുന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ എന്താണ്, അതിന് വേണ്ടി ഒന്നും സമയം കിട്ടുന്നു, ഒഴിവില്ല എനിക്ക്. ഇതാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് അത്രയും സമയം നമ്മൾ കിട്ടുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫോർവേഡ് ചെയ്യാണ്. ഒരുപാട് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത്, ഈ സമയമില്ലാത്ത ആൾക്കാർ ഒരുപാട് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. ഫോർവേഡ് ചെയ്യണമെന്ന് അവർക്ക് എന്താ പറയണം, നമ്മൾക്ക് പറയാനുള്ള അധികാരം. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഫോർവേഡ് ചെയ്യണമെന്ന് പറയുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടതില്ല എന്നാണ്. മാത്രമല്ല, നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കാരോ ഫോർവേഡ് ചെയ്തതാണ്, അപ്പം അയാൾക്ക് മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്യുന്നു. അതേസമയം നമുക്ക് അറിയിക്കുക, നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അത് അറിയിക്കുക, അത് വേറെ കാര്യം. അപ്പൊ അതിനുവേണ്ടി എത്ര സമയം നമ്മൾ എടുക്കും? നമ്മളൊരു സമയത്ത് ഇരുന്നാൽ 30 മെസ്സേജ് ആകുമ്പോൾ 30 മെസ്സേജ് വായിക്കുകയാണെങ്കിൽ തന്നെ ചുരുങ്ങിയത് 30 മിനിറ്റ് പോയി. ചുരുങ്ങിയത് ജസ്റ്റ് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1 മിനിറ്റ് കാണാൻ എത്ര മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ അള്ളാഹിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ചോദിക്കാൻ ഹാദ അല്ലെങ്കിൽ ഹുവ എന്നൊക്കെ പറയുന്ന പോലെയാണ് ലഭിച്ചിരിക്കുന്നത്. ഹാദ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാദ എന്ന് പറഞ്ഞാൽ ഹാദ എന്ന് പറയുന്നവരെയാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഹാ ദി തൻബീഹ്, ഉണർത്തുന്നതിന് വേണ്ടി ഹായും പിന്നെ ചൂണ്ടുന്നതിന് വേണ്ടിയാണ് ഉള്ളത്. ഹാദ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? രണ്ടെണ്ണമാണ്. അതുകൊണ്ടാണ് ഹാ ഉലായി പറയുമ്പോഴത്തേക്ക് തജ്വീദ് എന്താ നിയമം? ഹാ ഉലായി തജ്വീദില് എത്ര മദ്ദുണ്ട്? എത്ര തരം മദ്ദുണ്ട് അവിടെ? ഹാ ഉലായില് ഒന്നാമത്തെ മദ് മുൻഫസിലും രണ്ടാമത്തെ മദ് മുത്തസിലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് മുത്തസിലും മുൻഫസിലൊക്കെ ഒരുമിച്ച് അവിടെ നിരക്കത്തിന് ശേഷം ഹംസ വന്നാൽ 5 ഇറക്കം നീട്ടാൻ പറയും. കാരണം ഹാ ഉലായി 2 നിയമമാണ്. അപ്പൊ ഹാ എന്ന് പറഞ്ഞാൽ ഉണർത്തുന്നതിന് വേണ്ടിയാണ്, ഇത് ചൂണ്ടാൻ വേണ്ടിയാണ്. അതേപോലെയാണ് അപ്പൊ മൻ അല്ലദീ, ഇതാരാണ്? ആരാണ് ഉള്ളവൻ? യുക്കരിയുല്ലാഹ, അക്കറുള്ള യുക്കറുദു കടം കൊടുത്തു. അങ്ങനെയുള്ളതായാണോ? ആ ദായല്ല ഇത്, ഹാദായുടെ അർത്ഥത്തിലുള്ള ദായാണ്. എന്ന് പറയുമ്പോഴേ ഇതാര്? ഇവൻ ആര്? ആരാണ് ഇവനായിട്ടുള്ളവൻ? ചോദ്യമാ? അതെ, മൻ ചോദ്യത്തിനുള്ളതാണല്ലോ. അങ്ങനെ ഒരു പ്രയോഗം എന്നുള്ളതേ ഉള്ളൂ. മൻ ഹുവ എന്ന് പറഞ്ഞ പോലെയാണെന്നാണ് ചില തഫ്സീറുകൾ കാണുന്നത്, ചില വ്യാഖ്യാനങ്ങൾ കാണും. മൻ ഹുവ അല്ലെങ്കിൽ മൻ ഹാദ എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ യുക്രിഉല്ലാഹ, അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നവൻ. അള്ളാഹ് കടം കൊടുക്കാൻ അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അള്ളാഹ് കടം കൊടുക്കണമെന്ന് ജൂതന്മാര് പറഞ്ഞു. അള്ളാഹ്ക്ക് കടം കൊടുക്കണമെന്ന് പറയും. അപ്പൊ അള്ളാഹ്ക്ക് കടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെന്നല്ല എൻ്റെ.
അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ പറയുന്നത്. അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കാൻ പറയുന്നത്. ഒന്ന് അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ച് കൊടുക്കാൻ പറയും. മറ്റൊന്ന് ആത്തൂഹും മിൻ മാലില്ലാഹില്ലദി ആതാക്കും, നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് അള്ള തന്നാണ്, അല്ലതി ആതാക്കും നിങ്ങൾക്ക് അവൻ തന്നാണ്, അതിന് കൊടുക്കാൻ പറയും. ആത്തൂഹും മിൻ മാലില്ലാഹില്ലദി ആതാക്കും. മറ്റൊന്ന് എന്താണ്? അല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർദാത്തില്ലാഹി, അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെലവഴിക്കുന്നവർ. നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ഇനി വരും. അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെലവഴിക്കുന്നവർ, അതാണ് യുഖിറുല്ലാഹ എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹ് എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. മൻദല്ലദീ യുഖിറുല്ലാഹ ഖർളൻ ഹസനൻ, ഉത്തമമായ കടം കൊടുക്കുന്നവൻ ആരുണ്ട്? ഫയുളാഇഫഹു, അങ്ങനെ കൊടുത്താൽ യുളാഇഫ, അവൻ എന്ത് ചെയ്യും? ഇരട്ടിക്കും. എന്ന് പറഞ്ഞാൽ 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 കൂടെ കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, ഒരിരട്ടിയല്ല, അദ്ആഫൻ കസീറ. ആരെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ലഹു അശ്റു അംസാലിഹ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇരട്ടിക്കുന്നതിന്റെ ചുരുക്കം എത്രയാണ്? 10 ഇരട്ടിയാണ്. 10 ഇരട്ടിയാണ് ചുരുക്കം. അപ്പൊ 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1000 തിരിച്ചു കൊടുക്കും. 1000 തിരിച്ചു കൊടുക്കും. നമ്മൾ സാധാരണ കടം കൊടുക്കുന്നവര് കൊടുക്കുന്ന എത്രയാണ്? വട്ടി പലിശക്കാര് കൊടുക്കുകയാണെങ്കിൽ 100 വാങ്ങിച്ചാൽ 110 വാങ്ങിക്കും തിരിച്ച്. 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് 110 വാങ്ങിക്കും. അപ്പൊ നമ്മള് പലിശ കൊടുക്കുമ്പോൾ 100ന് 10ആണ് കൊടുക്കുന്നത്, 110. ഇവിടെയോ ചുരുങ്ങിയത് 1000 കൊടുക്കും, 10. പിന്നെ എന്ത് ചെയ്തു? ലഹു അദ്ആഫൻ കസീറ, അനവധി ഇരട്ടിയാണ് കൊടുക്കുന്നത്, അനവധി ഇരട്ടി. അപ്പൊ അതാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുത്ത് ശീലിക്കണം. നമ്മൾ പോക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് ശീലിക്കണം. എന്താണ്? നമ്മുടെ ഹൃദയത്തിലുള്ള വിശാലത ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് വല്ലാഹു യഖ്ബിദു വയബ്സുതു. അല്ലാഹു എന്ത് ചെയ്യുന്നു? ഖബിള യഖ്ബിദു, പിടിച്ചു കൊടുക്കും. വയബ്സുതു, വിടർത്തുന്നു, വിശാലമാക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? അല്ലാഹു പിടിച്ചു വെക്കുന്നു, അതേപോലെ വിടർത്തുന്നു എന്ന് പറഞ്ഞാൽ വിശാലമാക്കുന്നു. അപ്പൊ എന്താണ്? യബ്സുത്തുവിന്റെ മുകളിലാണ് സീനിട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു അക്ഷരത്തിന്റെ മുകളിൽ വേറെ അക്ഷരം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ കിടക്കുന്ന അക്ഷരത്തിനാണ് മേൽക്കൈ ഉള്ളത്. അപ്പൊ അവിടെ സീനാണ് ഉച്ചരിക്കേണ്ടത്. വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മടങ്ങുന്നത്. അപ്പൊ സ്വാദല്ല അവിടെ ഉച്ചരിക്കണ്ടേ അല്ലേ? സീനാണ് ഉച്ചരിക്കേണ്ടത്. സീന്. മുകളിൽ കിടക്കുന്നത് ഏത് അക്ഷരമാണോ അതാണ് ശരി. അപ്പോഴും 2 അക്ഷരം അങ്ങനെ കൊടുക്കുന്നത്? അങ്ങനെ അടിസ്ഥാനപരമായി ഭാഷയിൽ അങ്ങനെയുള്ള സ്വാദുണ്ട്. പക്ഷെ സീനാണ് ഉച്ചരിക്കേണ്ടത്. കാരണം ദിവായത്ത് അനുസരിച്ച് സീനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലനം ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സീനാണ്. ഭാഷയിൽ സ്വാദും ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവനിലേക്ക് എന്നുള്ളത് മുമ്പേ പറഞ്ഞതുകൊണ്ട് അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അത് ഈ ആയത്ത് പറഞ്ഞായിരുന്നു. വഖാതിലു ഫീ സബീലില്ലാഹി വഅലമു പറഞ്ഞില്ലെന്തോ? ഖാതിലു അത് പറഞ്ഞില്ലല്ലേ? ലാ യഷ്കുറൂൻ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ആയത്തിന്റെ അറ്റം ഇപ്പുറത്ത് താഴെ ആയത് വഖാതിലു ഫീ സബീലില്ലാഹി, വഖാതിലു നിങ്ങൾ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക. ഖാതല ജാഹിദു ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അപ്പൊ എല്ലാ ജാഹിദ് എന്ന് പറഞ്ഞാല് ജാഹിദ് എന്ന് പറഞ്ഞാല് ത്യാഗപരിശ്രമം ചെയ്യുക. അപ്പൊ ത്യാഗപരിശ്രമം
ജാഹദ നമ്മൾ പഠിച്ചല്ലോ, ഒരു ജാഹദ. ടേബിളായിട്ട് പഠിച്ചില്ലേ? ജാഹദ അർത്ഥം എന്താ? ത്യാഗപരിശ്രമം ചെയ്തു. അവൻ അപ്പൊ ജാഹിദൂ, നിങ്ങൾ ത്യാഗപരിശ്രമം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം പറ്റും. ഇവിടെ എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാത്തിരൂ, നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫീ അപ്പൊ സബീലിൽ അള്ളാന്റെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ട സന്ദർഭം വരും, അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്തിരിക്കണം. ഇവിടെ എന്താണ്? ഓർഡറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഡർ ലംഘിക്കാൻ പാടില്ല. പക്ഷെ അത് ഏത് സമയത്താണ്, ആരാണ് യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിക്കേണ്ടത്, അതൊക്കെ ഘടനയുണ്ട്. അതനുസരിച്ചേ ചെയ്യാവൂ. ആരെങ്കിലും ഒരാൾ നാളെ പറയണം എല്ലാവരും യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടാൻ പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പുറപ്പെടണം. ഖുലഫാഉർ റാഷിദീൻ ഉണ്ടായിരുന്നപ്പോൾ, ഖലീഫമാരുണ്ടായിരുന്നപ്പോൾ എന്താണ്, അവർ യുദ്ധം ചെയ്യാൻ പുറപ്പെടാൻ പറഞ്ഞാൽ പുറപ്പെടണം. പിന്നീട് മുസ്ലിങ്ങളുടെ നേതൃത്വമാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. അപ്പൊ അതിന് നേതൃത്വം ഉണ്ടെങ്കിൽ, പ്രഖ്യാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഉണ്ടെങ്കിൽ അവര് പ്രഖ്യാപിക്കണം. അവര് പ്രഖ്യാപിച്ചാൽ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖാത്തിലു ഫീ സബീലില്ലാ. അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യണം, നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി അല്ല യുദ്ധം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അലി യുദ്ധ മുന്നണിയിൽ നിൽക്കെ ഒരാളെ പിടിച്ച് വെട്ടാൻ പോവാണ്, അവനെ തേടി നടക്കുകയായിരുന്നു അലി ഉള്ളാഹ്. അങ്ങനെ ആളെ പിടിച്ച് കിട്ടി, കയ്യിൽ കിട്ടിയ ഉടനെ എന്ത് ചെയ്തു, വെട്ടാൻ വാളങ്ങിയപ്പോഴും അയാൾ എന്ത് ചെയ്തു, അലി ഉള്ളാഹിന്റെ മുഖത്തേക്ക് തുറ്റി കൊടുത്തു. അന്നേരം വിട്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നീ എന്താ വിട്ടത് തന്നെയെന്ന്? നിനക്ക് എന്നെ കൊല്ലാൻ വേണ്ടി സൗകര്യം കിട്ടിയാണ് നീ എന്താ വിട്ടത്? അപ്പൊ ഇനി നിന്നെ വെട്ടിയാൽ നിന്നെ വെട്ടുന്നത് എന്റെ സ്വാർത്ഥ താല്പര്യം കൂടെ ആയിപ്പോകും. ഇങ്ങനെ തുപ്പി എല്ലടാന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ വെട്ടുന്നത്, അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് ഒരു തീവ്രത കുറച്ചുകൂടെ കൂടും. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി ഒരു തീവ്രത കൂടി കൂടും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വെട്ടുന്നത്. അപ്പൊ യുദ്ധം ചെയ്യുന്നത് എന്തായിരിക്കണം? ഫീ സബീലില്ല, അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചാണ്. അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രമാണ്. അള്ളാഹ് എങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ വ്യക്തി കാര്യങ്ങൾക്ക് വേണ്ടിയും ആകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അത്, അപ്പോൾ ഏതാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്, അത് ആ കാര്യത്തിൽ മാത്രമേ എന്താവൂ, യുദ്ധം ചെയ്യാവൂ. ഫീ സബീലില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തോളി, എല്ലാത്തിനെയും കൊന്നോളി, അത് അള്ളാന്റെ മാർഗത്തിൽ കിട്ടും എന്നല്ല പറഞ്ഞത്. മറിച്ചെന്താ, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാവൂ. ദൈവിക കൽപ്പന ഉള്ള ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തിരിക്കണം. നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ദൈവിക പ്രീതി അനുസരിച്ച് മാത്രമേ യുദ്ധം ചെയ്യാവൂ. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞു, അലമു, നിങ്ങൾ അറിയണം, യു ഷുഡ് ബി അവെയർ അന്നല്ലാഹ സമീഉൻ അലീം. നിങ്ങൾ സ്വന്തത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്? അല്ല, യുദ്ധം നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ റസൂൽ പ്രഖ്യാപിച്ചു, അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നില്ല. ഹർ എന്ന് പറഞ്ഞു, ഇപ്പം ഓണക്കാണ്, ചൂടാണ്, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് ബുദ്ധിപൂർവമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കും അല്ലെ? സൂറത്ത് തൗബയിലുണ്ട്. അപ്പൊ പറഞ്ഞു, അപ്പോൾ നാർ ജഹന്നമ അശദ്ദു ഹർറ, ഇതിനേക്കാളും ചൂട് നരകത്തിലുണ്ട്. അങ്ങനെ കുത്തിയിരിക്കാൻ പാടില്ല. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിയിരിക്കണം. അതേപോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല. സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. സാമുദായികത, വർഗീയതയൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല. അതേസമയം നീതിക്ക് വേണ്ടി ചെയ്യണം, ന്യായത്തിന് വേണ്ടി ചെയ്യണം, സത്യത്തിന് വേണ്ടി ചെയ്യണം, ധർമ്മത്തിന് വേണ്ടി ചെയ്യണം. വർഗത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത്, സമുദായത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത്. സാമുദായികത എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല. നീതിക്കും ധർമ്മത്തിനും ന്യായത്തിനും വേണ്ടി ചെയ്യണം. വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സുരക്ഷിതത്വം നോക്കുന്നു എന്നത് വർഗീയതയല്ല. ഞാൻ എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നത് വർഗീയതയല്ല. മറിച്ച് എന്താണ്, എന്റെ വർഗം ചെയ്യുന്നത് എന്തായിരുന്നാലും അതിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ്. എന്റെ വർഗം, എന്റെ സമുദായം ചെയ്യുന്നത്
സത്യമാകട്ടെ, നീതിയാകട്ടെ, അന്യായമാകട്ടെ, കുഴപ്പങ്ങളാകട്ടെ, അതിന് ഞാൻ കൂട്ടു നിൽക്കും എന്ന് പറയുന്നതാണ് വർഗീയത. അതേസമയം എന്റെ സമൂഹത്തിന് സുരക്ഷിതത്വം ഉണ്ടാകണം, അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സുരക്ഷിതത്വത്തിന് വേണ്ടി കൽപ്പിക്കപ്പെട്ട രീതിയിലാണെങ്കിൽ അതെന്താണ്? അത് ന്യായമാണ്, ന്യായമായ അവകാശമാണ്. അത് വർഗീയത എന്നല്ല പറഞ്ഞു പറയുക, അത് അവരുടെ അവകാശമാണ്. പലസ്തീനികൾ അവർ പോരാടുന്നുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അതെന്തല്ല, അത് തീവ്രതയോ വർഗീയതയോ അല്ല, അവരുടെ നാടിന് വേണ്ടിയാണ്. അത് ന്യായമാണ്, സത്യമാണ്, ധർമ്മമാണ്, അവരുടെ അവകാശമാണ്. അതേപോലെ എവിടെ വന്നാലും അത് അവരുടെ അവകാശമാണ്. അതേസമയം എന്റെ ആൾക്കാർ ചെയ്ത തെമ്മാടിത്തത്തിന് ഞാൻ കൂട്ടു നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് വർഗീയത. അതാര് ചെയ്താലും തെറ്റാണ്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് എല്ലാം നന്നായിട്ട് അറിയാം. നിങ്ങൾ നീതിക്ക് വേണ്ടി ചെയ്യണം, ധർമ്മത്തിന് വേണ്ടി ചെയ്യണം. നിങ്ങളെ നീതിക്കും ധർമ്മത്തിനും വേണ്ടി ചെയ്യാൻ വേണ്ടി പടച്ചു വിട്ട പടപ്പാണ് നിങ്ങൾ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നീതിക്ക് വേണ്ടി പോരാടണം, തിന്മയ്ക്കെതിരെ പോരാടണം. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു. വേറെ എല്ലാം ക്ലിയർ അല്ലേ? ഉസ്താദെ, പുരുഷൻ സ്ത്രീനെ ത്വലാഖ് ചെല്ലുമ്പോഴല്ലേ മാന്യമായ രീതിയിൽ ജീവിത വിഭവം കൊടുക്കണം എന്ന് പറയുന്നത്? തിരിച്ചാണെങ്കിലും സ്ത്രീ പുരുഷനെ നമ്മൾ നേരത്തെ ഒഴിവാക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലോ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്ത്രീ പറഞ്ഞോ പുരുഷനെ സുഹൃത്തുക്കളെ? അതൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞതാണല്ലോ. സ്ത്രീയുടെ ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ പുരുഷൻ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതെ, പിന്നെ കോടതി നിശ്ചയിക്കും. ശരി, ഓക്കെ. പക്ഷെ അവൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. തന്നാലേ ഞാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പോകണം, വയ്ക്കോ. അവളുടെ സ്വത്ത് പുരുഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവകാശപ്പെട്ടൂടെ? അതെ, അതൊക്കെ എന്താണ്? അതൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെയൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. എടുത്ത് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാ കൊടുക്കുന്നത്? 100 പവൻ, 1000 പവൻ, മറ്റേ മെഴ്സിഡസ് കാറ്, അത് കൊടുക്കുന്നതിനാ? ആവശ്യമില്ലാതെ എന്ത് ചെയ്യും? എല്ലാം പരിപാടി കൊടുക്കും. അവസാനം നമുക്ക് അറിഞ്ഞോണ്ടിരിക്കും. അത് മറ്റുള്ളവരെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാതെയാവും. അത് കണ്ടിട്ട് എന്റെ അയൽവാസി അത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവൻ അത്ര ഉണ്ടാക്കാൻ വേണ്ടി അതാ അല്ലേ? എന്റെ മോക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചല്ലെന്ന് പറയും. അപ്പൊ അതെല്ലാം എന്താണ്? പിന്നെ കോടതി വരുന്നതനുസരിച്ചാണ്. അതന്നെ നമ്മളെ മുസ്ലിം സമൂഹത്തിലാണ് കൂടുതലും ഒക്കെ ഉള്ളത്. അതെ, അതുകൊണ്ടാണല്ലോ ഇസ്ലാം അനന്തരാവകാശം നിശ്ചയിച്ചത്. അപ്പൊ വാപ്പാടെ സ്വത്ത് വാപ്പ മരിച്ചതിന് ശേഷം കൃത്യമായി വീതിക്കപ്പെടും. അല്ലാതെ നിങ്ങള് ഒരാൾക്ക് കൊടുത്തു അപ്പൊ അടുത്ത കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് ഞാൻ വിശ്വാസം പറഞ്ഞു നബി അടുത്ത് ഒരാളെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ മോക്ക് ഒരു മോക്ക് കൊടുത്തെന്ന് പറഞ്ഞു, ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ വിശ്വാസം ചോദിച്ചു എല്ലാ മക്കൾക്കും കൊടുത്തോന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ സമൂഹത്തിൽ അങ്ങനെ അതൊരു ശാപമായി മാറുകയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാലും ഇങ്ങനെ പ്രശ്നം വരില്ല. ആദ്യം കൊടുക്കുന്നതിന് പിന്നെ കൊടുക്കുമ്പോൾ മോൾക്ക് കൊടുക്കുകയാണെങ്കിൽ മോളെ പേര് കൊടുക്കണം. അങ്ങനെയുള്ള സമ്പ്രദായം വരണം. നമ്മൾ സമ്പ്രദായം വരാത്തതുകൊണ്ടാണ് പ്രശ്നം. ഉസ്താദെ, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷോർട്സില് ഈ ഗസയിലെ ജനങ്ങള് ഓരോ ഫാമിലിയൊക്കെ വന്നിട്ട്
അവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്ലീസ് ഷെയർ 1 ഷെയർ ഈസ് 1 മീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന അത് സത്യമാണോ സാർ? ആർക്കറിയാം അതൊരു സത്യമാണോന്നുള്ളത്? കുറെ വരും. അതൊന്നും സത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി മറ്റുള്ളവർ ചെയ്തു കിട്ടുന്ന പല പണികളാണ്. നമ്മൾ വസ്വാസ് പറഞ്ഞില്ലേ, വസ്വാസ് ഖന്നാസ്. പിന്നെ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ഒരാളെ ഇബ്ലീസ് എങ്ങനെയാണ് പടുകുഴിയിലാക്കി എത്തിക്കുന്നത്? ഖുറാൻ പഠിക്കാനുള്ള സമയം നമ്മൾ തോന്നിട്ട് ആരെങ്കിലും പോയി കള്ളുപിടിക്കാൻ പറയുമോ? പറയില്ല. നമ്മൾ ആദ്യം വന്നിട്ട് പറയാ ഈ വാട്സപ്പ് നോക്കിയോന്ന് പറയും. എന്തോ ഒരു സംഭവം അയച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കിയാൽ ചെയ്യുന്നു. അപ്പൊ എന്തായി? നമ്മളെ ആദ്യം ഒന്ന് തെറ്റി. അങ്ങനെ കുറച്ച് തെറ്റിക്കാനാണ്. അപ്പൊ നമ്മള് ഇതെല്ലാം പഠിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കാൻ വേണ്ടിയാണ്. ക്രിയാത്മകത നമ്മളെന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്തുകൊണ്ടിരിക്കും, ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്നും കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം പടുവയിൽ ചലിക്കും. ഇപ്പൊ നമ്മൾ തെറ്റായ കാര്യമല്ല നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും, പക്ഷെ നമ്മളെ സമയം വേസ്റ്റായി പോവാണ്. അപ്പൊ ഉൽപാദനക്ഷമത കുറയ്ക്കുക, രണ്ട് സംഗതിയാണ്. ഒന്നാമത് പടിപടിയായിക്കൊണ്ട് കുഴിയെത്തിക്കുക, രണ്ട് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത എല്ലാം നശിപ്പിക്കുക. ചെറുപ്പക്കാരുടെ എല്ലാം ഉൽപാദനക്ഷമത നശിപ്പിക്കുക. അതാണ് എല്ലാ എന്റർടൈൻമെന്റിന്റെയും ലക്ഷ്യം. ഓക്കെ, വേറെന്താ പറഞ്ഞേ? അല്ല, ഈ ഗസയിലെ ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്. അവര് ഒരു അല്ല, അതൊക്കെ നമ്മള് ആലോചിക്കുക, കാണുക, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക. ചിലപ്പോൾ വാർത്തകൾ അയക്കാതെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കഴിയുന്നത് ആകെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്നതൊക്കെ ആരുടെ എത്തുന്നോ എവിടെ എത്തുന്നോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് അവരെ നേരിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തിക്കുക. ഇല്ല, ഈ പറയുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ട്രക്ക് അവിടെ കൊണ്ടുപോയി, ഒരു പടക്കെങ്കിലും എറിയുന്നുണ്ടോ ഈ ആൾക്കാർ? ട്രക്ക് കൊണ്ട് ക്യൂ നിർത്തിയിരിക്കുന്ന ആൾക്കാർ അല്ലേ? ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രാർത്ഥിക്കാൻ. പറഞ്ഞ എപ്പോഴാണുള്ള ആൾക്കാർ ഇപ്പൊ വീണ്ടും അയാൾ അമേരിക്കയിൽ പോയാൽ മറ്റേ ആള് അമേരിക്കയിൽ പോയിരിക്കുകയാണ് അല്ലേ? അതിന്റെ അപ്പുറത്തുള്ള ആള് നെതന്യാഹുവല്ല. നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ട ആള് ഇപ്പൊ അമേരിക്കയില. നിങ്ങൾ വാർത്ത വായിക്കുന്ന ഇതിങ്ങനെ ബന്ധമാണ്. നമ്മളിപ്പം വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്തയുടെ പ്രധാന വാർത്ത പറയുന്ന മാത്രം കേട്ടാൽ നിങ്ങൾ വാട്സപ്പ് മുഴുവൻ കേൾക്കണമെന്നൊന്നുമില്ല. മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പേജ്, അതേപോലെ മീഡിയ വണ്ണിലെ എഡിറ്റോറിയൽ പേജ്, മീഡിയ വണ്ണിലെ വാർത്താ വിശകലനം, യാസിൻ അഷ്റഫിന്റെ വാർത്താ വിശകലനം, അതേപോലെ കുറെ സംഗതികളുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാം എങ്ങനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് കൃത്യമായി വരുന്നുണ്ട്. ഈ മീഡിയകളുടെ ഒക്കെ കൃത്യമായി വരും. അല്ലാതെ ആവശ്യമില്ല നമ്മൾ പോയി നോക്കേണ്ട കാര്യം. ഇത് കേട്ടാൽ നിങ്ങൾക്ക് അത് സ്പീഡിൽ കേട്ട് പോവുകയും ചെയ്യാം. വാർത്ത വയ്ക്കുമ്പോൾ ഞാൻ 1.5 വയ്ക്കും. അപ്പൊ 1.5 വേഗം പറഞ്ഞു തരും. പഴയ വാർത്ത, കാരണം ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണെങ്കിൽ അതങ്ങനെ പോവുള്ളൂ. കുറച്ച് അരമണിക്കൂർ മുമ്പത്തെ വാർത്ത. അപ്പോൾ എന്ത് ചെയ്യും? അത് 1.5 പോകും, 1.5 സ്പീഡിൽ പോകും. അപ്പൊ നമുക്ക് വേഗം വാർത്ത കേൾക്കുക. പിന്നെ ആവശ്യമില്ലാതെ നാട്ടുവിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോകണ്ട. അല്ല, നമുക്ക് ലോക വാർത്തകൾ, ലോക ചലനങ്ങളൊക്കെയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? എവിടെയാണ്, എത്ര വോട്ടാവുന്നിരിക്കുന്നത്, ആരുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്? ആ പുതിയ ഫോട്ടോ ജർമ്മൻകാരി, അതായത് നാട്ടിലെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആൾ എത്ര വോട്ട് ചെയ്തു, ഞാൻ അറിഞ്ഞിരിക്കേണ്ട സംഭവം. നമ്മുടെ നാട്ടിലും വന്നല്ലേ SIR? ഷയ്യാറല്ല, SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. എന്താ സംഭവമാണ്? അപ്പൊ എല്ലാരും വോട്ടൊക്കെ ഉറപ്പുവരുത്തിയോ? ഇല്ല. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരോടും പറയാ, സംഗതികളെല്ലാം കൃത്യമാക്കുക. അവിടെ ഗൾഫിലുള്ളവരാണെങ്കിൽ അവരോട് അവിടെ നിന്ന് അത് രജിസ്റ്റർ പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാൻ പറയാ. അവിടെയും ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും നടത്തുന്നുണ്ട്. അവിടെ മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. പഞ്ചായത്ത് വോട്ടല്ലേ വരുക? ഏത് വോട്ട് വന്നാലും നമ്മുടെ പേര് ലിസ്റ്റിലില്ലെങ്കിൽ, ഈ ലിസ്റ്റിലല്ല. ഇപ്പൊ പല പഞ്ചായത്ത് വോട്ടൊന്നും ഇപ്പൊ പ്രസക്തമല്ല. പഞ്ചായത്ത് വോട്ടിന് വോട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഇനി വരാനിരിക്കുന്നത്
പഞ്ചായത്തിൽ വോട്ടുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ഇനി വരാനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇപ്പൊ പറയുന്നത് എന്താണോ അത് കൃത്യമായി ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മളല്ല, നമ്മളെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ്. ഇപ്പൊ വല്യപ്പക്ക് വോട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അതാണ് ആ അവസ്ഥയിലാണ് വരുന്നത്. എന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ വെട്ടിക്കളയാൻ വേണ്ടിയാണ് അത് നോക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ കക്ഷി ജയിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആ വോട്ട് വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടില്ലേ, 4 ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അവര് പ്രസിദ്ധപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് പുനഃപരിശോധിക്കാൻ സമയമില്ല. എന്റെ വോട്ടില്ല, അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുത്തു. ഞാൻ മരിച്ചിട്ടില്ല, മരിച്ചെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത്. ഞാൻ എങ്ങനെയായിരിക്കും വരിക? ഇത് കേട്ടായിരുന്നു, നിങ്ങൾ വാർത്ത കേട്ടായിരുന്നോ? വാർത്ത ഇങ്ങനെ കേട്ടിരുന്നു. ഇത് എങ്ങനെയാ വരിക? നമ്മുടെ ഇങ്ങനെ കേട്ടാ പോരാ, ഇങ്ങനെ കേട്ടാ പോരാ. കൃത്യമായി നമ്മൾ ഇൻഷാ അല്ലാഹ് അതിന് ഒരു പരിപാടി നടത്താൻ. ഓൺലൈനിലോ? അതിപ്പോ ഉടനെ വരൂലേ? ഓൺലൈനിലും അല്ലാത്തയും വരും അല്ല ഞാൻ പറയാണ്. എന്തായിരുന്നാലും അല്ല ഇപ്പൊ ഇന്നോ നാളെയൊക്കെ വരുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് ഇന്നും നാളെ വരും, ആൾക്കാർ വരും. വന്നില്ലെങ്കിൽ നമ്മള് 2002 വോട്ട് 2002 ഞാൻ ഗൾഫിലായിരുന്നു. 2002 വോട്ടേഴ്സ് ലിസ്റ്റില് പേരുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കണം. പേരില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അതെ, ആ ലിങ്കിൽ കേറിയിട്ട് എന്തൊക്കെയാ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അതൊക്കെ അതിലുണ്ട്. അതിലൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നാലും മതിയായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഓർമ്മയില്ല, അത് ഓരോ കണ്ടീഷനാണ് ഓരോരുത്തർ. 2002 ഉള്ളവർ എന്ത് ചെയ്യണം, ഇല്ലാത്തവർ എന്ത് ചെയ്യണം. അല്ല നമ്മുടെ പേര് അതിനകത്തുണ്ടെങ്കിലോ 2002 എല്ലാ ഗ്രൂപ്പിലും വരുന്നുണ്ടല്ലോ സംഭവം. അത് ന്യൂസ് പേപ്പറുകളൊക്കെ നമ്മള് പലസ്തീന്റെ സംഭവം മാത്രമേ കേട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ സംഭവം കൃത്യമായ അനുസരിച്ച് മാധ്യമത്തിരിയുടെ പത്രത്തിലുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളെ ഒഴിവാക്കുവോ? മാധ്യമത്തില് ഞായറാഴ്ചത്തെ പത്രത്തിലുണ്ട്. ഞായറാഴ്ച നമ്മളെ ഒഴിവാക്കുവോ ഇവിടുന്ന്? എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കും എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കും. നമ്മൾ ചെയ്യാതെ ചെയ്തു വെക്കുക. പിന്നെ വീണ്ടും റിവിഷൻ വരും. അപ്പോഴും നമ്മൾ നോക്കണം, അവിടെ പോയിട്ട് നോക്കണം എന്റെ പേരുണ്ടോ. 3 പ്രാവശ്യം നോക്കണം. 3 പ്രാവശ്യം നോക്കണം. പറഞ്ഞാട്ടോ, 3 പ്രാവശ്യം നോക്കണം. ഇപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ പേര് അവിടെ ഉണ്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. 12 ID കാർഡ് 12 ID കാർഡിലുണ്ട്. 12 തരത്തിലുള്ള ID കാർഡുണ്ട്. ആ 12 എണ്ണവും നമ്മൾ റെഡി ആയിരിക്കണം. ഫാദറോ മദറോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. അതെ, എന്തായിരുന്നാലും നമ്മളെ കയ്യിൽ അവർ പറയുന്ന എന്തൊക്കെ ഐഡിയ ആണോ പറയുന്നത് അതെല്ലാം ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നത്. അതുകൊണ്ട് 12 എണ്ണവും നമ്മൾ റെഡി ആയിരിക്കും. അതെല്ലാം പറയുന്നുണ്ടല്ലോ, ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ടല്ലോ, കാര്യങ്ങൾ നിങ്ങളെ പത്രം വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഓൺലൈനിൽ വരുന്നുണ്ട്, എല്ലായിടത്തും ഓൺലൈനിൽ വരുന്നുണ്ട്, പത്രത്തിൽ വായിക്കുന്നുള്ളൂ. എല്ലാ വാർത്തകളും വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതല്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പത്രം വരുത്തുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നിങ്ങൾ ലിങ്ക് അയച്ചായിരുന്നു. യൂട്യൂബിലുണ്ടല്ലോ, എല്ലാത്തിലും ഒരുപാട് പേര് പറയുന്നുണ്ട്. 2 ദിവസം ഞാൻ യൂട്യൂബ് ഒന്നും തുറക്കാറും കാണാറൊന്നും ഇല്ല. അതാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ എന്തിനാണ് ഈ പലസ്തീനിൽ അയച്ചു തരുന്നത്? നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കണം, മറ്റൊന്നും ചെയ്യരുത്. മനസ്സിലാ? ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകരുത്. നിലവിലുള്ള പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അതിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ റിവിഷൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പ്രസക്തമായത് ഇപ്പൊ നോക്കുക. ഇപ്പോൾ പ്രസക്തമായത് എന്താണോ അത് നിങ്ങൾ നോക്കിയിരിക്കണം. നിങ്ങൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമല്ല. 3 പ്രാവശ്യം നോക്കണം നിങ്ങളുടെ വോട്ട് അവിടെ ഉണ്ടോ എന്ന്. ഒന്ന് ഇപ്പോൾ നോക്കണം, 2002 വോട്ടുണ്ടോ എന്ന്. ഇനി കരട് പ്രസിദ്ധീകരിക്കും. കരടുണ്ടല്ലോ, കരട് പ്രസിദ്ധീകരിക്കുമ്പോ അവിടെ പോയി നോക്കണം, വീണ്ടും അടിച്ചു നോക്കണം നിങ്ങളുടെ പേരുണ്ടോ എന്ന്. അല്ല, ഇത് എവിടെ നമ്മൾ പറഞ്ഞേക്ക്, ലിങ്ക് അയച്ചു തരും.
അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കണം ഫൈനൽ പ്രസിദ്ധീകരിക്കും, അപ്പോൾ നോക്കണം. മനസ്സിലായില്ലേ? അവരെന്ത് ചെയ്യും? മരിച്ചെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയും. ഒരു വീട്ടില് 500 വോട്ട് ചെയ്തു. അത് കേട്ടോ നിങ്ങള്? കേട്ടിരുന്നു. ഒരു വീട്ടിൽ 500 വോട്ടുണ്ട്. 500 വോട്ടുള്ള വീടുണ്ട്. അത് വെട്ടിക്കളഞ്ഞു. അതേസമയം ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞിരിക്കുക. അപ്പൊ മരിച്ച ഒരാള് മരിച്ചെന്ന് പറഞ്ഞ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആള് ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ BLO അല്ലേ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് അല്ല, പിന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസർ BLO അടുത്ത് ഫോം പൂരിപ്പിച്ചു. നമ്മുടെ അടുത്ത് വരുമെന്ന് പറഞ്ഞില്ലേ? വരും എന്ന് പറഞ്ഞ ആളോട് ഇയാൾ എന്ത് ചെയ്തു? ഇവരുടെ പേരില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ആ ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അയാൾക്ക് പോയി പറഞ്ഞു ഞാൻ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ആ ഫോം പൂരിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ശരി ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ പേര് വന്നില്ല. ഇപ്പൊ അവരെവിടെ പോയിരിക്കാം? അതെ, ബൂത്ത് ലെവൽ, സോറി ബ്ലോക്ക് അല്ല, ബൂത്ത് ലെവൽ ഓഫീസർ. അപ്പൊ നമ്മുടെ ബൂത്തിൽ നിങ്ങൾ എവിടെയാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് ആ ബൂത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓഫീസർ ഉണ്ട്. ആ ബൂത്തിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത് എവിടെയാണോ ആ ബൂത്തിന് വേണ്ടി ഒരു ഓഫീസർ ഉണ്ടാവും. ആ ഓഫീസറിന്റെ അടുത്താണ് എഴുതി കൊടുക്കുന്നത്. അയാൾ വരുമെന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? ഇവര് ആള് പറഞ്ഞു, എഴുതി കൊടുത്തതിന് ശേഷവും അവർ ചെന്നപ്പോഴത്തേക്ക് അതില്ല. പിന്നെ എന്ത് ചെയ്തു? അവര് എവിടെ പോയിരിക്കുന്നത്? സുപ്രീം കോടതിയിലാണ് പോയിരുന്നത്. സുപ്രീം കോടതി പോയി. അപ്പൊ അതാണ് അവസ്ഥ. അവിടെ പോകണം പിന്നെ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വോട്ട് ചെയ്തതുണ്ട് നമ്മുടേത്. അതുകൊണ്ട് ഞാൻ രാവിലെ അടിച്ച് പുട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ കാത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2002 വേണ്ടത്. അതെ, 2002 നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. വെറുതെ ഞാൻ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ ഒന്നും തെളിവല്ല. ഇവര് പറയുന്ന 12 ഐഡിയും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മൾ സുരക്ഷിതമായി എഴുതണം. പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് ഇല്ലെങ്കിൽ പാസ്പോർട്ട് എടുത്തിരിക്കണം. പിന്നെ പാൻ കാർഡ് ഇല്ലെങ്കിൽ പാൻ കാർഡ് എടുത്തിരിക്കണം. ആധാർ കാർഡ് ഇല്ലെങ്കിൽ ആധാർ കാർഡ് എടുക്കണം. അതേപോലെ അവർ കുറെ തെളിവുകൾ, റേഷൻ കാർഡിൽ പേരുണ്ടോ നോക്കണം. ഇലക്ഷൻ കാർഡ് ഇലക്ഷൻ ഐ ഡി വേണം. അതുപോലെ എന്താ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വാങ്ങി വെച്ചോ. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചോ. അല്ല, ഞാൻ പറയുന്ന കേൾക്കുക. നിങ്ങൾ ഒരാൾ പറയരുത്, വേറെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കരുത്. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ 50 വയസ്സുള്ള ആൾ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നല്ല എന്റെ അർത്ഥം. പക്ഷെ നിങ്ങളെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ പേരക്കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഓരോ കുഞ്ഞിനും നിങ്ങൾ ഈ സംഭവം എല്ലാം ഉണ്ടാക്കി വെക്കണം. അവർ ഏത് സമയം പറയാണ് നിങ്ങൾ 12 ഐഡി കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇന്ന് പറയുന്നു ആധാർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്തു? എവിടെയായിരുന്നു പിന്നെ ആധാർ കാർഡ് അംഗീകരിക്കാഞ്ഞത്? അവസാനം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് അവിടെ ബീഹാറില് ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതി പറയുന്നത് ആധാർ കാർഡും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോ ആണ് ഓക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനകം എന്തായി? ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടേത് റിജക്ട് ചെയ്തു. അവരുടെ അപേക്ഷയൊക്കെ റിജക്ട് ചെയ്തു. എല്ലാം കളഞ്ഞു. അവരെല്ലാം ലിസ്റ്റിന് പുറത്തായി. ആധാർ കാർഡിൽ പോലും പൗരത്വരേഖയായിട്ട് അത് തെളിവല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ഒരു സമയം വന്നാൽ അവരെന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും നടക്കുക. ബ്രാക്കറ്റിൽ അത് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ വാങ്ങി വയ്ക്കുക. കിട്ടിയില്ലെങ്കിൽ അടുത്ത ജനറേഷന് വേണ്ടി നിങ്ങളെ മക്കളുണ്ടോ നോക്കാം, പേരക്കുട്ടികളെ ഉണ്ടോ നോക്കുക. അടുത്ത ജനറേഷന് വേണ്ടി സംഭവങ്ങളെല്ലാം റെഡിയാക്കി ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും? പാൻ കാർഡ് ഉണ്ടോ? പാൻ കാർഡ് ഇല്ലെങ്കിൽ എടുത്ത് വെക്കുക. ആധാർ കാർഡ് ഉണ്ടോ? ഇല്ലെങ്കിൽ എടുത്ത് വെക്കുക. അതേപോലെ റേഷൻ കാർഡിന്റെ പേരുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഉടനെ ചെയ്തു വെച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ആവശ്യമായിട്ട് വരും. അതായത് ഇപ്പൊ നിങ്ങൾ 2002 മറ്റും 3 ഒക്കെ ആയിരിക്കും നോക്കുന്നത്. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ വേറെ ഉണ്ടാക്കിയിട്ടേ ഇരിക്കുന്നു. മീഡിയ ഒരു വാർത്ത വന്നുകൊണ്ട് പറഞ്ഞു ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് നോക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവരെന്താ ചെയ്തെന്ന് അറിയാമോ? മീഡിയ ഒന്ന് വലിയ പ്രൊജക്ട് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് നോക്കാനുള്ള സംവിധാനം കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞു. എന്താ കൊണ്ടുവരുന്നത്? ഒരു സത്യപ്രതിജ്ഞ ചെയ്യും. ഞാൻ
എനിക്ക് വേറെ എവിടെയും ഒപ്പില്ല, വോട്ടില്ല, അത് എഴുതിയാൽ എന്താ ചെയ്യുന്നത്? ഒന്നും നടക്കാൻ പോണില്ല. അതേസമയം മീഡിയക്കാർ പറഞ്ഞതാണ് ID നമ്പർ ഉണ്ട്, ID നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താകണം? കിക്കി കേൾക്കണം, പറ്റൂല എന്ന് പറയണം, അപ്പോൾ തന്നെ പറയണം. അതാണ് മീഡിയക്കാർ പറഞ്ഞത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറുണ്ട്, ചീഫ് ഇലക്ഷൻ ഓഫീസർ കേരളത്തിലെ ഓഫീസർ പറഞ്ഞ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഒരാളുടെ ഒരു സത്യപ്രതിജ്ഞ കൂടെ കൊടുക്കാം. എനിക്ക് വേറെ എവിടെയും വോട്ടില്ല എന്ന് സത്യപ്രതിജ്ഞ, അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് 12 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 എണ്ണത്തിൽ എന്തൊക്കെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അതിന്റെ താഴെയുള്ള ആള് നമ്മളിപ്പം വോട്ടില്ലല്ലോ അതിനുവേണ്ടി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പോകാതിരിക്കേണ്ട, അത് റെഡിയാക്കി വയ്ക്കുക. ഫയൽ ഓപ്പൺ ചെയ്താൽ ഇപ്പൊ ഞാൻ പണ്ട് തന്നെ വായിച്ചിട്ടുണ്ട്, എന്റെ കുട്ടികളെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് ഫയലിൽ വെച്ചിട്ടുണ്ട്. ആ ഫയൽ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് എടുത്താൽ കിട്ടത്തക്ക രീതിയിൽ ഉള്ള സംഭവങ്ങളുണ്ട്. അല്ല റെക്കോർഡെല്ലാം കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക? പിടിച്ചു വയ്ക്കുക. ഓക്കെ, അള്ളാഹ് എളുപ്പമാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.